this is the day 2 of our revision. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ റിവിഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ പ്രോപ്പർലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സെഷൻ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രീവിയസ് വീഡിയോ കാണുക. ലാസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് വി നീഡ് ടു പ്രാക്ടീസ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ന്യൂ റിവിഷൻ കിറ്റ് ഫ്രം ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. സോ അപ്പോൾ നമുക്കറിയാം ഇന്റേണൽ കൺട്രോൾസ് പോലെ തന്നെ 100% ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഷോർട്ട് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ എന്ന്. ആൻഡ് റിസ്കിന്റെ ഏരിയ എന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാം നമുക്കവിടെ റിപ്പീറ്റേഷൻ പോയിന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പ്രോപ്പർലി ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിസ്കിന്റെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ FRന്റെ ഏരിയാസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം FRനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. കാരണം വി വിൽ ബി കൺസിഡറിങ് ദ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. റിസ്ക് ഓഫ് മിസ്റ്റേക്സ് ആയിരിക്കും നമ്മളവിടെ കൂടുതൽ നോക്കുന്നുണ്ടാവുക. അപ്പോൾ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, എങ്ങനെയാണ് അത് FSന്റെ അകത്ത് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ക്ലിയർ പിക്ചർ ഉണ്ടാവണം. അപ്പോൾ FSന്റെ അകത്ത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ FRന്റെ ഏരിയ റിവൈസ് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ്സിന്റെ ഏരിയയും ബേസിക് അക്കൗണ്ട്സിന്റെ ഏരിയയും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഓൾറൈറ്റ്. സോ എനിവേ ലെറ്റ്സ് ഡയറക്ട്ലി സ്റ്റാർട്ട് വിത്ത് ഏരിയ ഓഫ്. അപ്പം ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോണത്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഓക്കെ. സോ ബേസിക്കലി ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് യു മീൻ ബൈ ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്? It's a risk of giving an inappropriate opinion on the financial statements when the financial statements are materially misstated. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് ഉള്ള സമയത്ത് അതേക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ചാൻസിനെയാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ മൊത്തം 3 കോമ്പണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് കോമ്പണൻസ് നമ്മൾ പഠിച്ചത്? There will be inherent risk, control risk and detection risk അല്ലേ? ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ റിസ്ക് ഉണ്ട്, പിന്നെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്. ഇങ്ങനെ 3 സെറ്റ് ഓഫ് റിസ്ക് ആയിരിക്കും ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഫോം ചെയ്യുന്നുണ്ടാവുക. അതിൽ ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ കൺട്രോൾസ് എല്ലാം കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. സോ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസ് എല്ലാം കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിന്റെ അകത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞൊരു കമ്പനി ഒരുപാട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു, മിസ്റ്റേക്കിനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും. കമ്പനിക്ക് ഒരുപാട് സബ്സിഡറി കമ്പനീസ് ഉണ്ട്. സോ കോംപ്ലക്സ് ഗ്രൂപ്പ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇൻ കേസ് എങ്ങാനും നമ്മുടെ കമ്പനി എന്തെങ്കിലും ഫസ്റ്റ് ടൈം അവർ ആണ് ഒരു അക്വിസിഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം അവർ ആണ് നമ്മുടെ കമ്പനി ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ പോകുന്നത്, അവിടെയൊക്കെ മിസ്റ്റേക്കിനുള്ള ചാൻസ് ഉണ്ടാവും. ഇതിനൊക്കെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. അതേ സ്ഥാനത്ത് കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആണ്. അപ്പോൾ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആയ കാരണം കൊണ്ട് എന്ത് സംഭവിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് കമ്പനി മിസ്റ്റേക്കിനുള്ള ചാൻസ് ഉണ്ടാവും. അതാണ് കൺട്രോൾ റിസ്ക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ഇൻവെന്ററി കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് പ്രോപ്പർ ആയിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇൻവെന്ററി കൗണ്ട് നടത്തുന്ന സമയത്ത് ഇൻവെന്ററിയുടെ വാല്യൂ ഓവർ സ്റ്റേറ്റഡ് ആവാം, അണ്ടർ സ്റ്റേറ്റഡ് ആവാം. ഇതിനേക്കാണ് കൺട്രോൾ റിസ്ക് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അപ്പം ഈ 2 റിസ്കുകൾ കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെയാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. ഇത് നമ്മൾ പറഞ്ഞു ഇത് ഓഡിറ്ററായ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, മാനേജ്മെന്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പൊ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും മാത്രം ഓഡിറ്റർക്ക് ഒരു രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ഓഡിറ്ററുടെ സൈഡിൽ നിന്ന് വരുന്ന റിസ്ക് അല്ല, മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ളതാണ്. അത് ഓൾറെഡി ഇയറിന് മുന്നേ തന്നെ സംഭവിച്ചു പോയതാണ്. സോ വി കനോട്ട് ഡു എനിത്തിങ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. ഓഡിറ്ററായ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരേ ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും, ഡിറ്റക്ഷൻ റിസ്ക് മാത്രമായിരിക്കും. ബിക്കോസ് ഡിറ്റക്ഷൻ റിസ്ക് മാത്രം ഓഡിറ്ററിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. കാരണം എന്താ, ഓഡിറ്ററായ നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു,
പക്ഷെ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി FSന്റെ അകത്തുള്ള മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിനാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. അഗെയിൻ ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി FSന്റെ അകത്തുള്ള മിസ്റ്റേക്ക് എന്താണോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെയാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. അപ്പം ഈ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും കൂടെ കൂടുമ്പോഴാണ് ഓവറോൾ ഓഡിറ്റ് റിസ്ക് ഫോം ആവുന്നുണ്ടാവുക. ഇതിലെ ഇൻഹെറന്റ് റിസ്കിനെയും കൺട്രോൾ റിസ്കിനെയും കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് വിളിക്കുന്നുണ്ടാവുക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഓഡിറ്റ് റിസ്കിന്റെ കേസിൽ നമ്മൾ ആക്ച്വലി കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 25 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ഇന്ന് തന്നെ ഇരുന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്യണം. നമ്മളിപ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ റിവിഷൻ ഗേറ്റിൽ എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തതുമാണ്. അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സമയം പോലെ ഈ പോയിന്റ്സ് ഒന്ന് റിവൈസ് ചെയ്യണം. ആർക്കെങ്കിലും ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല എന്നുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെക്കോർഡിംഗ് തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഒരു 2 റെക്കോർഡിംഗ് ആയിട്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് നമ്മളിത് ഫുള്ളി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഇപ്പോൾ കമ്പനിയിൽ പുതിയ ലോൺ എടുത്തു എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് റിസ്കുകൾ എന്തൊക്കെയായിരിക്കും, അതിനെന്താണ് റെസ്പോൺസ് എടുക്കേണ്ടത് എന്നുള്ള രീതി നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. സോ ആ രീതിയിൽ തന്നെ എല്ലാവരും ഇത് നോക്കുക. ഓക്കെ, അപ്പം ഓഡിറ്റ് റിസ്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ആൻസേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നോർമലി എക്സാമിനർ നിങ്ങളോട് 2 പാർട്ടായിട്ടായിരിക്കും ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ഒന്ന്, നിങ്ങളോട് ഓഡിറ്റ് റിസ്ക് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. 2, അതിന് വേണ്ടിയിട്ട് ആക്ച്വലി എന്തൊക്കെ ഓഡിറ്റ് റെസ്പോൺസസ് ആണ് എടുക്കേണ്ടതെന്നുള്ളതും ചോദിക്കും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓഡിറ്റ് റിസ്ക് എന്തൊക്കെയാണ് ആസ് എൻ ഓഡിറ്റ് നമ്മളവിടെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് ചോദിക്കും, റെസ്പോൺസുകൾ എന്തൊക്കെയാണെന്നുള്ളതും ചോദിക്കും. അപ്പോൾ ഓഡിറ്റ് റിസ്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് സിനാരിയോക്കകത്ത് എന്താണോ റിസ്ക് ഉള്ളത്, സിനാരിയോക്കകത്ത് നിന്ന് റിസ്ക് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ പറയണം? എല്ലാ കേസുകളിലും പറ്റില്ല എന്നുണ്ടെങ്കിലും ചില കേസുകളിൽ നമുക്ക് റിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും. ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള പറയുക. അതേപോലെ തന്നെ വാട്ട് വിൽ ഗോ റോങ്, എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയാം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പാക്ട് ഓൺ FS എന്താണോ ആ ഇമ്പാക്ട് ഓൺ FSും പറയാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം ആദ്യമേ സിനാരിയോക്കകത്ത് നിന്ന് റിസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയാം. വാട്ട് വിൽ ഗോ റോങ്, എന്താണ് അവിടെ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് പറയാം. ഇമ്പാക്ട് ഓൺ FS എന്താണെന്നുള്ളതും പറയണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറയുകയാണ്, കമ്പനി 30 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ റിസ്ക് അവിടുന്ന് ഐഡന്റിഫൈ ചെയ്യണം, സിനാരിയോക്കകത്ത് എന്താ റിസ്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അലൻ കമ്പനി ഹാവ് സ്പെൻഡ് 30 മില്യൺ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ ആദ്യമേ അവിടുത്തെ ശരിക്കും വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അത് പറയാം. നമ്മൾ പറയാം therefore as per IAS 38 intangible asset research expenses should be expensed in the P&L and development expenditures should be capitalized only if it meets the criteria for capitalization. അപ്പോൾ അത്രയും നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു. റിസർച്ച് എക്സ്പെൻസ് എല്ലാം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഓൺ FS എന്തായിരിക്കും, അവിടെ വാട്ട് വിൽ ഗോ റോങ് എന്തായിരിക്കും. ഹൗഎവർ there can be chances that the company might have capitalized some of the research expenses. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, റിസർച്ച് എക്സ്പെൻസസ് അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് അവിടെ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയാണ് എന്ത് പറ്റും, ഇറ്റ് മേ റിസൾട്ട് ഇൻ ഓവർ സ്റ്റേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് അണ്ടർ സ്റ്റേറ്റഡ് റിസർച്ച് എക്സ്പെൻസസ്. അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഏത് അസറ്റ് ആയിട്ടാണ് അവർ ക്യാപിറ്റലൈസ് ചെയ്ത് മാറ്റുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറയാം. ആൻഡ് അവിടെ എന്ത് അണ്ടർസ്റ്റേറ്റഡ് ആവും, റിസർച്ച് എക്സ്പെൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആവും എന്ന് പറയാം. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ റിസ്ക് പറയുന്നുണ്ടാവുക. കാരണം റിസ്ക് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് റിസ്ക് എന്താണെന്നുള്ള പറയണം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, വാട്ട് വിൽ ഗോ റോങ് ദെയർ എന്ന് പറയാം. ഇമ്പാക്ട് ഓൺ എഫേർട്സും പറയാം. ഇനി എല്ലാ സാഹചര്യത്തിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, കാരണം എപ്പോഴും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ്, ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് കമ്പനി ചെയ്യുന്നതെന്ന്. അപ്പൊ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ഫാർമസി ബിസിനസ്സിലുള്ള കമ്പനിയാണെന്ന് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലേറ്റർ ഓൺ സിനാരിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു,
ആൾക്ക് 10 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ബാങ്കിങ് സെക്ടറിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത്ര മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് റിസ്ക് പറയാൻ പറ്റും, ശരിയല്ലേ? കാരണം നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്ന റിസ്ക്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറയാം, ദ കമ്പനി ഹാസ് അപ്പോയിന്റഡ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ ഹു ഇസ് ഹാവിംഗ് ഓൾമോസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ, ബട്ട് അലൻ കമ്പനി ഈസ് കറന്റ് ഓപ്പറേറ്റിംഗ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്. നീ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള രീതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. The accounting policies, transactions, and balances for a pharmaceutical company will be entirely different from that of a banking sector. Therefore, in case if the finance director is not having adequate knowledge, there can be chances of having material mistakes in the financial statements. അപ്പോൾ നമ്മൾ പറയാം, ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് സെക്ടറിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസിനെ കുറിച്ച് നോളജ് ഇല്ലാത്ത ഒരാൾ ഫിനാൻസ് ഡയറക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ട്രാൻസാക്ഷൻസും ബാലൻസസിൻ്റെ അകത്തൊക്കെ നോളജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് വിൽ ബി വെരി ഹൈ. അപ്പോൾ FSന്റെ അകത്ത് മിസ്റ്റേക്ക് വരും എന്നുള്ള ജനറൽ റിസ്ക് എഴുതുക. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ട്രീറ്റ്മെന്റ് എഴുതണം നിർബന്ധമില്ല. ട്രീറ്റ്മെന്റിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റിന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അവിടെ ജനറൽ ആയിട്ട് വാട്ട് വിൽ ഗോ റോങ് എന്നുള്ള പറഞ്ഞാൽ മതി. ആൻഡ് ഓവറോൾ ഇമ്പാക്ട് ഓൺ FS എഴുതിയാൽ മതി. ഇനി ഇമ്പാക്ട് ഓൺ FS എഴുതുമ്പോഴാണെങ്കിലും മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, സിനാരിയോനെ ബേസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. അതായത് ഇപ്പോൾ ഒരു പേറ്റന്റിന്റെ കേസാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുന്നതിന് പകരം സ്പെസിഫിക് ആയിട്ട് ദാറ്റ് പേറ്റന്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഒരു പേറ്റന്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു പേറ്റന്റിന്റെ എമൗണ്ട്. നമ്മളവിടെ പറയുന്ന സമയത്ത് എന്തെന്നെ പറയാം, അത് പേറ്റന്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള തന്നെ പറയാം. ജനറൽ ആയിട്ട് പ്രോഫിറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളതല്ലാതെ ഏതാണ് സ്പെസിഫിക് അസറ്റ്, ഏത് അക്കൗണ്ടിലാണോ അത് സ്ട്രൈക്ക് ചെയ്യുന്നത്, അത് സ്പെസിഫിക് ആയിട്ട് തന്നെ എപ്പോഴും പറയാനായിട്ട് നോക്കുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓഡിറ്റ് റെസ്പോൺസ് എഴുതുന്ന സമയത്ത് റെസ്പോൺസിന്റെ അവിടെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. റെസ്പോൺസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം എന്ത് കൊടുക്കുന്നുണ്ടാവണം? ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ പറയാ, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് കൊടുക്കാനുള്ളത് അത് പറയാ, പ്ലസ് എന്ത് പേർപ്പസ് വേണ്ടിയിട്ടാണോ റെസ്പോൺസ് എഴുതുന്നത് ആ പേർപ്പസ് എന്താണെന്നുള്ളതും പറയാം. അപ്പോൾ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് പ്രൊസീജിയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അസസ്സോ എഗ്രിയോ അസർട്ടൈനോ അസസ്സോ കമ്പയറോ കൺസിഡർ എൻക്വയർ മോണിറ്റർ ഒബ്സർവ് ഒപ്റ്റൈൻ റീകാൽക്കുലേറ്റ് റീകൺസൈൽ റീപെർഫോം ഇങ്ങനെയുള്ള ഏത് പോയിന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ഏത് പോയിന്റ്സും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും ശ്രദ്ധിക്കുക, ഏത് പോയിന്റ്സും യൂസ് ചെയ്യാം ബട്ട് റിലയബിൾ ആയിട്ടുള്ളത് തന്നെ എഴുതുക. എല്ലായിടത്തും കൊണ്ടുപോയി ഡിസ്കസ് 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 എന്നുള്ള എഴുതരുത്, ഡിസ്കസ് എൻക്വയർ എന്നുള്ള എഴുതുക. ബട്ട് എൻക്വയറി ആൻഡ് ഡിസ്കഷനേക്കാളും കൂടുതൽ റിലയബിൾ ഉണ്ടാവുന്നതായിരിക്കും ഡോക്യുമെന്ററി എവിഡൻസ് വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിവ്യൂ പറയാം, ഇൻസ്പെക്ട് പറയാം, എക്സാമിൻ പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മോണിറ്റർ പറയാം, അല്ലെങ്കിൽ ഒബ്സർവ് പറയാം. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ഓരോന്നും എന്ത് ചെയ്യുക, മാറ്റി മാറ്റി തന്നെ യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്തു പോകേണ്ടത്. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു പോകണം റെസ്പോൺസ് പാർട്ട്. സോ റെസ്പോൺസിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവണം. ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യണം. അതിന് എന്ത് പേർപ്പസ് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ അൺലൈക്ക് ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്റേണൽ കൺട്രോൾസിന്റെ കേസ് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഡെഫിഷ്യൻസിക്കകത്ത് ഡോക്യുമെന്റ് ആയിട്ട് റെഫർ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും റെസ്പോൺസിന്റെ ഇന്റേണലിന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കേസ് ഇവിടെ വരില്ല. ഇവിടെ ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടു സിനാരിയോ ആയിരിക്കും. സിനാരിയോനെ ബേസ് ചെയ്ത് തന്നെ ആലോചിച്ച് നോക്കുക അവിടെ എന്താണ് നമുക്ക് വേണ്ട ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്നുള്ളത്. പർപ്പസ് ഇവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിസ്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയാം. ഓക്കെ. അതായത് നമ്മളിവിടെ പറയുന്നു റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ശരിക്കും ഉണ്ടോ എന്നറിയാന്നുള്ളതാണ് പർപ്പസ്. സോ റിസ്ക് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അറിയണം കമ്പനി 30 million റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നത് ശരിക്കും കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വി ക്യാൻ ഒപ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 30 million. ആ 30 million ബ്രേക്ക് ഡൗൺ നമുക്ക് ഒപ്റ്റൈൻ ചെയ്യാം. എന്നിട്ട് സ്പ്ലിറ്റ് ബിറ്റ്വീൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എങ്ങനെ ചെയ്തേക്കുന്നത് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാ, ടു കൺഫേം വെദർ ഇറ്റ് ഹാസ് ബീൻ അപ്രോപ്രിയറ്റ്ലി ക്ലാസിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രകാരം തന്നെ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോവാം. അപ്പൊ നിങ്ങൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂ, സ്റ്റാൻഡേർഡിന്റെ പേരോ നമ്പരോ എഴുതണം എന്നുള്ള കാര്യം നിർബന്ധമില്ല. ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി.
ബട്ട് സ്റ്റാൻഡേർഡിന്റെ പേരോ നമ്പരോ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അത് എഴുതുക. അറിയില്ലെങ്കിൽ എഴുതി തെറ്റിക്കരുത്. അറിയാമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ബട്ട് സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ എഴുതുന്നത് നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ വരേണ്ടത്. ആദ്യം റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അവിടെ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത്, ആൻഡ് വോട്ട് വിൽ ഗോ റോങ്, അവിടെ തെറ്റായിട്ട് എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ള കാര്യവും പറയുക. അതിന് ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതുക. ആൻഡ് റെസ്പോൺസ് എഴുതുന്ന സമയത്താണെങ്കിൽ ആദ്യം പ്രൊസീജിയർ എഴുതണം. നമുക്ക് വേണ്ട ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണോ അത് എഴുതുക. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് അതെന്താണെന്നുള്ളതും പറയുക. അത് ഞാൻ പറഞ്ഞു, പേർപ്പസ് എപ്പോഴും എന്തായിരിക്കും, റിസ്ക് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരി വൺ? Yes, sir. ഓക്കെ. ഇതിന് പുറമെ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളോട് നോർമലി റിസ്ക് ബേസ്ഡ് ഓൺ സിനാരിയോ, അതിന് പുറമെ ദേ മൈറ്റ് ആസ്ക് യു ടു ഡു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് വെൽ. അപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത് എന്താ, റേഷ്യോ കമ്പ്യൂട്ടേഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. കുറച്ച് കോമൺ ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ടാവും. ഏതൊക്കെയായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരുന്നു, പിന്നെ മെയിൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെടാ? Inventory റിസീവബിൾസ് turnover, ഡേയ്സ്, പിന്നെ inventory turnover, ഇൻവെന്ററി ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻവെന്ററി ഡേയ്സ്, yes, payables, പേയബിൾസ് ഡേയ്സ്, current ratio, gearing ratio. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഗിയറിങ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ അല്ലേ? ഇൻട്രസ്റ്റ് കവർ എഴുതിയിട്ട് ഗിയറിങ് എഴുതാം. ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, ഗിയറിങ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി എഴുതാറുള്ള റേഷ്യോസ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ആ ഒരു 4 റേഷ്യോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. റേഷ്യോസ് നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ ദേ വിൽ ആസ്ക് യു ടു കാൽക്കുലേറ്റ് ബോത്ത് ദി കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. 2026ഉം 2025ഉം ചോദിക്കുന്നുണ്ടാവും. ഞാൻ ഒന്ന് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20% ആണ്, പ്രീവിയസ് ഇയറിൽ 18 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഈ വർഷം 14% ആണ്, പ്രീവിയസ് ഇയറിൽ 12% ആണ്. റിസീവൽസ് ഡേയ്സ് മേ ബി 120 ഡേയ്സ് ആണ് കറണ്ട് ഇയറിൽ, പ്രീവിയസ് ഇയറിൽ ഒരു 40 ഡേയ്സ് ആയിരുന്നു. ഇൻവെന്ററി ഡേയ്സും അതേപോലെ തന്നെയാണെന്ന് അസ്യൂം ചെയ്യാം. 40, 120, 40, 120. ഇത് ഒക്കെ നേരത്തെ ഒരു 1.5 ആയിരുന്നു, ഇപ്പൊ അതൊരു 0.6, 1.5, 0.6, 1.5, 0.6. എക്സാമ്പിൾ ആണ്, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പോകുന്നല്ലോ കേട്ടോ. വേഗം 40% ആയിരുന്നു, 60% ആയി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേഷ്യോസ് കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇത് രണ്ടും ഒരേപോലെ തന്നെ കൂടി. അങ്ങനെയാണ് നമ്മൾ അവിടെ ഇഷ്യൂ പറയാറുണ്ടോ? ഇല്ല. രണ്ടും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം രണ്ടും കൂടുന്ന ഫസ്റ്റ് തിങ് നല്ലതാണ്. ആൻഡ് മോർ ഓവർ രണ്ടും പ്രൊപ്പോർഷനലി ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി രണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, പക്ഷെ റിസ്ക് ആയിട്ട് നമുക്ക് അവിടെ നിന്നും പറയാനുണ്ടാവില്ല. നമ്മളിവിടെ ഇഷ്യൂ ആക്കുന്ന എപ്പോഴായിരുന്നു? ഇൻവേഴ്സ് റിലേഷൻ വരുമ്പോഴായിരുന്നു. അതായത് ജി പി മാർജിൻ 18 നിന്ന് 20 ആയി, ഒ പി മാർജിൻ 12 നിന്ന് 8 ആയി എന്ന് വെച്ചു. സോ ജി പി മാർജിൻ കൂടി, ഒ പി മാർജിൻ കുറഞ്ഞു. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ഇൻവേഴ്സ് റിലേഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ? ജി പി മാർജിൻ കൂടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റവന്യൂ കൂടണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയണം. ഒ പി മാർജിൻ കുറയണം എന്നുണ്ടെങ്കിൽ റവന്യൂ കുറയണം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടണം. അപ്പൊ ഇവിടെ രണ്ടും കോമൺ അല്ലാതെ വരുന്ന എക്സ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും പിക്ക് ചെയ്തിട്ട് നമ്മൾ പറയും ജി പി മാർജിൻ കൂടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിക്കേണ്ട എക്സ്പെൻസിന് കമ്പനി ചിലപ്പം മിസ്ക്ലാസിഫൈ ചെയ്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഡ്യൂ ടു വിച്ച് കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ പറയും. ഇതാണ് നമ്മൾ ഇവിടെ പറയാറുള്ള റിസ്ക്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാ, GP margin has been increased from 18% to 20%, and OP margin has been decreased from 12% to 8%. Therefore, there can be chances that the expenses that need to be included within the cost of sales might be misclassified into operating expenses, thereby leading to overstated operating expense and understated cost of sales. ഇതായിരിക്കും നമ്മൾ അവിടെ പറയുന്ന റിസ്ക്. ഇനി റിസീവബിൾസ് ഡേയ്സ് 40 ഡേയ്സിൽ നിന്ന് 120 ഡേയ്സ് ആയി. അപ്പൊ നമ്മൾ അവിടെ എന്ത് പറയും? റിസീവബിൾസ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് കിട്ടാനുള്ള സമയം കൂടുന്നു. അല്ലെങ്കിൽ റിസീവബിൾസ് ടേൺ ഓവർ ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റിസീവബിൾസ് ടേൺ ഓവർ കുറയുന്നു. അതിന്റെ അർത്ഥം എന്താ? പോസിബിലിറ്റി ഓഫ് ഹാവിങ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഫോർ ദ കമ്പനി ആയിരിക്കും.
And in case of bad and doubtful debt, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? അലവൻസസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണം. റിസ്ക് എന്തായിരിക്കും? കമ്പനി അത് ചെയ്തിട്ടുണ്ടാവില്ല. ഡ്യൂ ടു വിച്ച് റിസീവബിൾസ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ആൻഡ് റിലേറ്റഡ് എക്സ്പെൻസസ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇൻവെന്ററി ഡേയ്സിന് എങ്ങനെയാണ് നമ്മൾ പഠിച്ചേ? ഇൻവെന്ററി ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും there can be chances of having slow moving or obsolete inventory. Therefore, the inventory need to be written down to the lower of cost or NRV in accordance with IAS 2 inventory. റിസ്ക് എന്തായിരിക്കും? കമ്പനി അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? ഇൻവെന്ററി വിൽ ബി ഓവർ സ്റ്റേറ്റഡ്. അതായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം ഇൻവെന്ററി ഡേയ്സ് എപ്പോഴാലും കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പറയാം പോസിബിലിറ്റി ഓഫ് ഹാവിങ് സ്ലോ മൂവിങ് ഓർ ഒബ്സലേറ്റ് ഇൻവെന്ററി ആണ്. Therefore, as per IAS 2 ഇൻവെന്ററി, നമ്മൾ ഇൻവെന്ററിയുടെ വാല്യൂ എന്ത് ചെയ്യണം? റൈറ്റ് ഡൗൺ ചെയ്യണം ടു ദ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. കമ്പനി ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻവെന്ററിയുടെ വാല്യൂ എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്വേഴ്സ് റേഷ്യോസ് എല്ലാം പിക്ക് ചെയ്യുക. അഡ്വേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു GP മാർജിൻ, OP മാർജിൻ, അത് രണ്ടും കൂടുന്നതാണ് നല്ലത്. ഇൻവെന്ററി, റിസീവബിൾസ് ആൻഡ് പേയബിൾസ് കുറയുന്നതാണ് നല്ലത്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കൂടണം. ഗിയറിംഗ് എന്ത് ചെയ്യണം? കുറയണം. അപ്പം ഇങ്ങനെയാണ് ഫേവറബിൾ മൂവ്മെന്റ് ഓഫ് റേഷ്യോസ് എന്ന് പറയാം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എല്ലാത്തിനെയും അഡ്വേഴ്സ് റേഷ്യോസ് ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ OP മാർജിൻ കുറഞ്ഞു, സോ ഇറ്റ്സ് ആൻ അഡ്വേഴ്സ് റേഷ്യോ. അതേപോലെ തന്നെ ഇൻവെന്ററി ഇതെല്ലാം കൂടുകയാണ് ചെയ്തേക്കുന്നത്, സോ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അഡ്വേഴ്സ് ആണ്. കറണ്ട് ക്വിക്ക് ആൻഡ് ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കുറയുകയാണ് ചെയ്തേക്കുന്നത്, അഡ്വേഴ്സ് ആണ്. ഗിയറിംഗ് കൂടി, അഡ്വേഴ്സ് ആണ്. അപ്പോൾ ഇത്ര അഡ്വേഴ്സ് റേഷ്യോസ് പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യുക. The OP margin has been decreased, in addition to which inventory receipts and payable days has been increased significantly. In addition to that, current ratio, quick ratio has been decreased and the interest cover ratio have increased. Therefore, എന്ന് പറഞ്ഞിട്ട് ഇത്രയും റേഷ്യോസ് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറയാം പോസിബിലിറ്റി ഓഫ് ഹാവിങ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ആൻഡ് ഇൻ കേസ് ഓഫ് എനി അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ളത്? It should be adequately disclosed in the financial statements. റിസ്ക് എന്തായിരിക്കും? പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. ഡ്യൂ ടു വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് വിൽ ബി മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ്. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? അഡ്വേഴ്സ് റേഷ്യോസ് എല്ലാം കൂടെ പിക്ക് ചെയ്തിട്ട് പറയാ ദിസ് റെപ്രസെന്റ്സ് പോസിബിലിറ്റി ഓഫ് ഹാവിങ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ആൻഡ് ഇൻ കേസ് ഓഫ് എനി അൺസർട്ടനിറ്റി ഇറ്റ് നീഡ് ടു ബി adequately disclosed in the financial statements. റിസ്ക് എന്തായിരിക്കും? പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഡ്യൂ ടു വിച്ച് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഡിസ്ക്ലോഷേഴ്സും മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവും എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവർക്കും? പക്ക? ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു റിസ്കിന്റെ എലമെന്റ്സ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇത്രയായിരുന്നു റിസ്ക് എഴുതുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. നൗ ലെറ്റ്സ് ഡു വൺ തിങ്. എക്സാമിനർ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയാണ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം എക്സാമിനർ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. സോ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എക്സാമിനർ എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. സോ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 8 ഓഡിറ്റ് റിസ്ക്കും 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ആണ് ഇൻ റിലേഷൻ ടു ദ പ്ലാനിങ് ഓഫ് ഓഡിറ്റ് ഓഫ് ഗ്രീൻ കമ്പനി. അപ്പൊ ഇവിടെ എക്സാമിനർ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയേ. നമ്മുടെ ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വിൽ ബി ഗെറ്റിംഗ് ഹാഫ് മാർക്ക്. റിസ്ക് നമ്മൾ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് പറയണം, വോട്ട് വിൽ ഗോ റോങ് ദെയർ, ഇമ്പാക്ട് എന്താണെന്നുള്ള പറയണം. അതിന് ഹാഫ് മാർക്ക് കിട്ടും. സോ റിസ്കിന്റെ സൈഡിൽ ഹാഫ് മാർക്ക്, റെസ്പോൺസസ് ഓരോന്നും എഴുതുന്നതിന് ഹാഫ് മാർക്ക്. അങ്ങനെ ടോട്ടൽ റെസ്പോൺസസ് ഓരോന്നും എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 2 മാർക്ക് ആയിരിക്കും നമുക്ക് ഓരോ റിസ്കിനെ ബേസ് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എക്സാമിനർ ഫസ്റ്റ് നിങ്ങളോട് പറയുന്ന കാര്യമാണ് സിനാരിയോയ്ക്കകത്ത് എന്താണേലും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ റിസ്ക് ഉണ്ടാവും. സോ നിങ്ങൾ ടൈം പ്രോപ്പർലി പ്ലാൻ ചെയ്യണം. അതിനവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര റിസ്ക് ആണോ നിങ്ങളോട് ചോദിക്കുന്നത് അത്ര മാത്രം എഴുതിയാൽ മതി. ഇഫ് ദേ ആർ ആസ്കിംഗ് ഫോർ 8 റിസ്ക് ആൻഡ് റെസ്പോൺസ് 8 പോയിന്റ് തന്നെ എഴുതിയാൽ മതി. ദേ വിൽ ഓൺലി കൺസിഡർ ദ ഫസ്റ്റ് 8 പോയിന്റ്സ്. 9ാമത്തെ പോയിന്റ് അവർ നോക്കാനും പോവില്ല. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും എഴുതണ്ട. എത്ര പോയിന്റ്സ് ആണോ നിങ്ങളോട് ചോദിച്ചത് അത് മാത്രം എഴുതിയാൽ മതി. ഒരു എക്സ്ട്രാ പോയിന്റ് പോലും എഴുതരുത്. ദെൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സിനാരിയോയ്ക്കകത്ത് റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. സിനാരിയോ ഓരോന്നും പ്രോപ്പർലി വായിക്കണം. അതേപോലെ തന്നെ നിങ്ങളോട് പറയണം ഓപ്പണിംഗ് പാരഗ്രാഫ് അടക്കം വായിക്കണം. കാരണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ അകത്താണ് പലപ്പോഴും ഇതൊരു ന്യൂ ക്ലൈന്റ് ആണോ എന്നുള്ള റിസ്ക് പറയാറുള്ളത്. ശരിയല്ലേ? ന്യൂ ക്ലൈന്റ് ആണോ,
അതേപോലെ തന്നെ ഒരു ലിസ്റ്റിങ്ങിന് പോകുന്നുണ്ടോ, കമ്പനിയുടെ ബിസിനസ് എന്താണ്, ഇതൊക്കെ പറയുന്ന ഓപ്പണിംഗ് പാരഗ്രാഫിനകത്താണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് പാരഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഇനി ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹൈലൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന റിസ്കുകൾ എന്തൊക്കെയാണോ അത് സിനാരിയോക്ക് എന്ന് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് 8 പോയിന്റ്സ് വേണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സിനാരിയോ മൊത്തം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വായിച്ചിട്ട് തന്നെ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങളോട് അവിടെയും പറയുന്നുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഓവർ റിലേ ചെയ്യുന്നത് നിർത്തുക. എന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നിർത്തുക. അതിന് അവിടെ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ സിനാരിയോക്ക് എത്തുന്ന കറക്റ്റായിട്ട് റിസ്ക് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടാവണം. അവിടെ ജസ്റ്റ് ഫാക്ട് എഴുതി വെക്കരുത്. അതായത് സിനാരിയോക്കകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ മൊത്തം കൊടുത്തു വെക്കരുത്. പകരം സിനാരിയോക്കകത്തുള്ള റിസ്ക് എന്താണോ ആക്ച്വൽ റിസ്ക് തന്നെ ഫോക്കസ് ചെയ്യുക, റിസ്ക് തന്നെ പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോഴത്തേനും ജനറലി അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം പ്രോപ്പർലി മനസ്സിലാക്കുക, എന്നിട്ട് റിസ്ക് എഴുതാവുള്ളൂ. അതായത് നമുക്ക് അവിടെ ശരിക്കും ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും, നമ്മൾ സിനാരിയോ പ്രോപ്പർലി വായിക്കുന്ന സമയത്ത് സിനാരിയോക്കകത്ത് എന്തൊക്കെയാണോ റിസ്ക് ഉള്ളത് ആ റിസ്കിന് പിന്നാലെ പോവാതെ നിങ്ങൾ ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഒരു സിനാരിയോ കിട്ടി 30 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ റിസ്ക് എന്താണെന്നല്ല ആദ്യമേ ചിന്തിക്കേണ്ടത്. ആ 30 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ആ 30 മില്യന് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള ആലോചിച്ച് നോക്കുക. ആ ട്രീറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് പിക്ക് ചെയ്യുന്നത്, റിസ്ക് ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം എപ്പോഴും ആദ്യമേ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വേണം ആലോചിക്കാൻ, എന്നിട്ട് വേണം റിസ്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റിനെ സംബന്ധിച്ച് അതിനകത്ത് PPനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻടാഞ്ചിബിളിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൊവിഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻവെന്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാണ് ഇതൊക്കെ റെലവെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും കൂടി നിങ്ങൾക്ക് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുക. അതായത് PP എന്ന് പറയുമ്പോൾ IAS 16 നമുക്ക് നോളജ് ഉണ്ടാവണം, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ IAS 38 നോളജ് ഉണ്ടാവണം, പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ IAS 37 നോളജ് ഉണ്ടാവണം, ഇൻവെന്ററി എന്ന് പറയുമ്പോൾ IAS 2 നോളജ് ഉണ്ടാവണം. അപ്പൊ ഈ നോളജ് റിക്വയർമെന്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ എൻഷുർ ചെയ്യണം. ഇനി നിങ്ങളോട് പറയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്കൊന്നെങ്കിൽ അവർ റേഷ്യോസ് തരും പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് റേഷ്യോസ് യൂസ് ചെയ്യാൻ പറയും. അതിന്റെ എക്സാമ്പിളാണ് നമ്മൾ കുറച്ച് പറഞ്ഞ റിസീവൽസ് ഡേയ്സ് കൂടി എന്നുള്ളത്. അപ്പൊ അവിടെ പ്രത്യേകം നിങ്ങളോട് ഒരു കാര്യം പറയാണ്, കാൻഡിഡേറ്റ്സ് ഷുഡ് നോട്ട് ദാറ്റ് ഇഫ് 2 pieces of information result in the same risk, then the credit is only available once, as the information should be used in contention. അതായത് 2 റിസ്കുകൾ സിനാരിക്കകത്തുണ്ട്, അത് രണ്ടും ലീഡ് ചെയ്യുന്ന ഒറ്റ റിസ്കിലേക്കാണ്. അങ്ങനെയാണ് അത് 2 റിസ്ക് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല, ഒറ്റ പ്രാവശ്യം മാർക്ക് തരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, റിസീവബിൾസ് ഡേയ്സ് നിങ്ങളോട് സിനാരിക്കകത്ത് പറയുന്നുണ്ട് കമ്പനിയുടെ കുറച്ച് കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് വർത്ത്നെസ്സിന് കൺസേൺ ഉണ്ടെന്ന്. രണ്ടാമത് നിങ്ങളോട് അവിടെ പറയുന്നുണ്ട് റിസീവബിൾസ് ഡേയ്സ് കൂടി എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ലീഡ് ചെയ്യുന്ന എന്തിലേക്ക് തന്നെയാ, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ അത് 2 റിസ്ക് ആയിട്ട് എഴുതരുത്. ഐഡന്റിഫിക്കേഷൻ നടത്തുമ്പോൾ തന്നെ അത് കമ്പൈൻ ചെയ്ത് ഒറ്റ റിസ്ക് ആയിട്ട് പറഞ്ഞാൽ മതി. ദർ ആർ സം കൺസേൺസ് അബൌട്ട് ക്രെഡിറ്റ് വർത്ത്നെസ് ഓഫ് സം ഓഫ് ദി കസ്റ്റമേഴ്സ് ആൻഡ് റിസീവബിൾസ് ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം ഡാഷ് ടു ഡാഷ് വിച്ച് റെപ്രസെന്റ്സ് എ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഫോർ ദ കമ്പനി എന്ന് പറഞ്ഞിട്ട് റിസ്ക് പറഞ്ഞു പോയാൽ മതി. ഇതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളോട് സിനാരിയോക്ക് അത് പറയാണ് കമ്പനിയിൽ കുറെ ഫോൾട്ടി ഇൻവെന്ററീസ് വെയർ ഹൗസിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻവെന്ററി ഡേയ്സ് കൂടിയതിനെ കുറിച്ചും പറയാണ്. അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, ദർ ആർ സം ഫോൾട്ടി ഇൻവെന്ററി ഇൻ ദ വെയർ ഹൗസ് ആൻഡ് ഇൻവെന്ററി ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം ഡാഷ് ടു ഡാഷ് വിച്ച് റെപ്രസെന്റ്സ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് സ്ലോ മൂവിംഗ് ഓർ ഒബ്സലേറ്റ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് ബാക്കി റിസ്ക് പറഞ്ഞു പോയാൽ മതി. അത് നമ്മൾ പറഞ്ഞ് എപ്പോഴും റിസ്ക് പറയുന്ന സമയത്ത് ഇൻവെന്ററിയുടെ ഒക്കെ റിസ്ക് പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ശ്രദ്ധിക്കുന്നുണ്ടാവണം, അവിടെ പ്രോപ്പർലി നോക്കുക ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസാണ് ഉള്ളത് സിനാരിക്കകത്തുനിന്ന്. ഇപ്പം സെയിം ഇൻവെന്ററിയുടെ വാലുവേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൺസിഡർ ചെയ്തൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം ഒരു കേസിൽ തന്നെ മൾട്ടിപ്പിൾ റിസ്ക് ഉണ്ട്, അതിനകത്ത് മൾട്ടിപ്പിൾ രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ വരുന്ന സമയത്ത് ഔട്ട്സോഴ്സിംഗ് ആണ്. യു ക്യാൻ ടോക്ക് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഡിറ്റക്ഷൻ റിസ്ക് as we will not be able to obtain sufficient appropriate evidence, and there is also possibility of having control risk. അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് തന്നെ എഴുതാം. കാരണം ഒരിടത്ത് ഇൻഹെറന്റ് റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, ഒരിടത്ത് കൺട്രോൾ റിസ്കിനെ കുറിച്ച് ലീഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ റിസ്ക് ഡിഫറെന്റ് ആയിരിക്കും, അവിടുത്തെ റെസ്പോൺസസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. സെയിം റിസ്ക് ആൻഡ് സെയിം റെസ്പോൺസ് വരുന്ന സാഹചര്യത്തിലാണ്
നമ്മളിത് കമ്പൈൻ ചെയ്ത് എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മെയിൻലി 4 റിസ്ക് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ജി പി മാർജിൻ, ഒ പി മാർജിൻ, ഇൻവേഴ്സ് റിലേഷൻ, പിന്നെ റിസീവ്സ് ഡേയ്സ് കൂടുന്നു, ഇൻവെന്ററി ഡേയ്സ് കൂടുന്നു, ഗോയിങ് കൺസേൺ. അതിൽ ഗോയിങ് കൺസേണും അതേപോലെ തന്നെ ജി പി ഒ പി വേരിയേഷനും നിങ്ങൾക്ക് എന്തായാലും സെപ്പറേറ്റ്ലി എഴുതാം. ഇൻവെന്ററി ഡേയ്സും റിസീവ്സ് ഡേയ്സും എഴുതുമ്പോൾ നിങ്ങൾ സിനാരിയോയിൽ നോക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്. പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ റിസ്ക് ആയിട്ട് എഴുതി പോയാൽ മതി. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, Okay. sir. ഇനി അടുത്തത് നിങ്ങളോട് പറയാണ്, നമ്മൾ റിസ്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് അവിടെ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എവിടെയാണോ സ്പെസിഫിക് ആയിട്ട് ആ ഇമ്പാക്ട് വന്നേക്കുന്നത് അത് തന്നെ നിങ്ങൾ പറയണം. ജസ്റ്റ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് മാത്രം വെക്കരുത്. അവിടെ നിങ്ങളോട് പറയണം. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് ആ സ്പെസിഫിക് ഏരിയ മിസ്റ്റേറ്റഡ് ആണോ, അണ്ടർ സ്റ്റേറ്റഡ് ആണോ, ഓവർ സ്റ്റേറ്റഡ് ആണോ എന്ന് പറയണം. ജനറൽ ആയിട്ട് മിസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് മാത്രം വെക്കരുത്. അതായത് ദിസ് മേ ലീഡ് ടു മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം റിസ്ക് ജനറൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എഴുതാം. ബട്ട് ഒരു അക്കൗണ്ടിങ് ഏരിയയിൽ സ്പെസിഫിക്കലി എഫക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പറയാം. അതേ പറഞ്ഞേക്കുന്നത് എക്സ്പ്ലനേഷൻ ക്ലിയർലി എഫ് എസിന്റെ അകത്ത് ഏത് ഭാഗത്തിനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റീഫോബിഷ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയാണ്. അപ്പം അവിടെ നമുക്കറിയാം നോൺ കറന്റ് അസറ്റ് ആണ് അവിടുത്തെ മെയിൻ അക്കൗണ്ട് വരുന്നത്. അപ്പം നോൺ കറന്റ് അസറ്റ് വിൽ ബി അണ്ടർസ്റ്റേറ്റഡ് ഓർ ഓവർ സ്റ്റേറ്റഡ് എന്നല്ല. അപ്പം റീറ്റെയിൽ സ്റ്റോറിന്റെ റീഫോബിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന അസറ്റ് ഏതാ സ്പെസിഫിക് ആയിട്ട്? പി പി ആണ്. അപ്പൊ നോൺ കറന്റ് അസറ്റ് വിൽ ബി അണ്ടർസ്റ്റേറ്റഡ് ഓർ ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യുക? പി പി ആണോ അണ്ടർസ്റ്റേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആണോ എന്ന് തന്നെ പറയാം. അതേ പറഞ്ഞു, ഇപ്പൊ പേറ്റന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പേറ്റന്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുന്നതായിരിക്കും. അതാ പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റ് തന്നെ പറയാം. ഇനി നമ്മളോട് പറയാണ്, ചില റിസ്കിന്റെ എക്സ്പ്ലനേഷൻസ് കുട്ടികൾ തന്നിട്ടുണ്ടായിരുന്നത് വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറഞ്ഞേക്കാണ്, നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നവർ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് കമ്പനി ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പം അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറേ കുട്ടികൾ പറഞ്ഞേക്കുന്നത് എന്താ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസ് ചെയ്യണം, അമോർട്ടൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള റിസ്ക് ആണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ എക്സാമിന് പറയുന്നത് അക്കൗണ്ട്സിനകത്തുള്ള ബേസ് പല കുട്ടികൾക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. കാരണം അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ അവർ ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണിച്ചു എന്ന് പറയുമ്പം ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസ് ചെയ്യണം എന്നുള്ള റിസ്ക് അല്ല പറയേണ്ടത്. പകരം എന്താ അവിടെ പറയണ്ടേ? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇറ്റ്സ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കേണ്ട ഒരു കാര്യത്തിനെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു. അവിടെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻ ദ പി ആൻഡ് എൽ വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. അതാണ് റിസ്ക് പറയേണ്ടത്. അതാ പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഫെമിലിയർ ആയിരിക്കണം എന്ന്. രണ്ടാമത് നിങ്ങളോട് അവിടെ പറയാണ്, ഒരു ന്യൂ ലോൺ എടുത്തു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ കുട്ടികൾ പറയാണ് ന്യൂ ലോൺ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മോശമാണ്, അതുകൊണ്ട് കമ്പനിയുടെ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യും, ഗോയിങ് കൺസേൺ റിലേറ്റഡ് റിസ്ക് ഉണ്ടെന്നാണ് കുറെ ആളുകൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എക്സാമിന് പറയാണ്, നമുക്ക് സിനാരിയോക്കകത്ത് തന്നേക്കുന്ന ഡീറ്റെയിൽസിനെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ. ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അത് പറയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവർ ന്യൂ ലോൺ എടുത്തേക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണെന്ന്. അപ്പോൾ അവിടെ കമ്പനിക്ക് അതിന് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല, ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യും എന്നുള്ളതല്ല പറയണ്ടേ. പകരം ന്യൂ ലോണിന്റെ പറയുമ്പോൾ ഏതാ പറയണ്ടേ? കറണ്ട് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റിയുടെ സ്പ്ലിറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ന്യൂ ലോണുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫിനാൻസ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കാണിക്കണം. അത് കാണിച്ചിട്ടുണ്ടാവില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസ്കുകൾ വേണം പറയാൻ. അപ്പൊ അതുകൊണ്ട് പറയാണ്, സിനാരിയോക്കകത്ത് എന്താണോ തന്നേക്കുന്ന ഡീറ്റെയിൽസ് അതിനെ വെച്ചിട്ടുള്ള റിസ്കേ പറയുള്ളൂ. അൺനെസസറി അസംഷൻസ് യൂസ് ചെയ്യരുത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അതേപോലെ തന്നെ പറഞ്ഞേക്കാണ്, റിസ്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെസ്പോൺസ് കൊടുക്കണം. റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും സിനാരിയോനെ ബേസ് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ കൊടുക്കുക. എന്ന് വെച്ചാൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓഡിറ്റർ എടുക്കേണ്ട റെസ്പോൺസസ് ആണ് പറയേണ്ടത്, അല്ലാതെ മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതല്ല പറയേണ്ടത്. സോ റെസ്പോൺസ് പാർട്ട് എപ്പോഴും എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തന്നെ കൃത്യമായിട്ട് പറയാം. മാനേജ്മെന്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ല പറയേണ്ടത്. അതിനിവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, നമ്മുടെ ക്രെഡിറ്റ് കൺട്രോളർ ഓൺ ലീവ് ആണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോളർ ലീവ് ആണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ റിസ്ക് പറയുന്നത് എന്തായിരിക്കും? അങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ഒന്നും പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അലവൻസസ് ഫോർ റിസീവ്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് റൈറ്റ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ റിസീവ്സ് ഓവർ സ്റ്റേറ്റഡ് ആവും എന്നുള്ളതായിരിക്കും നമ്മൾ റിസ്ക് പറയാം.
അതിൻ്റെ അവിടെ റെസ്പോൺസ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് കൺട്രോളറിനെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാണോ? ആണോ? അല്ല. അതെന്താ ശരിക്കും? റെക്കമെൻഡേഷൻ ആണ്. അത് ഇന്റേണൽ കൺട്രോളിൻ്റെ അകത്ത് വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. റിസ്കിന് റെസ്പോൺസ് എഴുതുമ്പോൾ നമ്മൾ കമ്പനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ല പറയേണ്ടത്. കമ്പനി ക്രെഡിറ്റ് കൺട്രോൾ റീപ്ലേസ് ചെയ്യാതിരിക്കുക, അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്കറിയേണ്ട റിസ്ക് ഉണ്ടോന്ന്. സോ ഓഡിറ്ററെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് റിസീവബിൾ ടെസ്റ്റിംഗ് പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് റിസിപ്റ്റ് ടെസ്റ്റിംഗ് നടത്തണം. ഏജ് റിസീവ്സ് ലെഡ്ജർ റിവ്യൂ ചെയ്യണം. ആ പോയിന്റ്സ് വേണം പറയാൻ. അതായത് അവിടെ റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ, അല്ലാണ്ട് മാനേജ്മെന്റ് ആക്ഷൻസ് അല്ല പറയേണ്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാണ്, റെസ്പോൺസസ് എഴുതുന്ന സമയത്ത് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തന്നെ പറയാം, മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് എഴുതി വെക്കരുത്. ക്ലിയർ ആയോ? ഇനി നിങ്ങളോട് പറഞ്ഞേക്കാണ്, ഓഡിറ്റ് റെസ്പോൺസസ് എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പകരം ഓഡിറ്റ് ടീം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ മാത്രം മതി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂ ക്ലൈന്റ് ആണെന്ന് പറഞ്ഞു, അവിടെ നമ്മൾ പ്രൊസീജിയർ ആയിട്ടാണോ എഴുതാറ്? അല്ല. അവിടെ നമ്മൾ പറയുന്നത് എന്താ? ന്യൂ ക്ലൈന്റ് എന്ന് പറയുമ്പോൾ ഡിറ്റക്ഷൻ റിസ്ക് വരും. കാരണം ഓഡിറ്ററെ നമുക്ക് ക്ലൈന്റിന്റെ ട്രാൻസാക്ഷനോ പോളിസീസോ ഒന്നിനെ കുറിച്ച് നോളജ് ഉണ്ടാവില്ല, ഡിറ്റക്ഷൻ റിസ്ക് വരും എന്നാണ് നമ്മൾ റിസ്ക് പറയാറ്. റെസ്പോൺസ് പറയുമ്പോൾ നമ്മൾ എന്താ പറയാറ്? നമ്മൾ സ്യൂട്ടബിളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ടീമിനെ യൂസ് ചെയ്യണം. നമ്മൾ സഫീഷ്യന്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവണം കമ്പനീനെ കുറിച്ച് മനസ്സിലാക്കാനും റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അവിടെ ഒരു പ്രൊസീജിയർ ആയിട്ടല്ല നമ്മൾ എഴുതാറ്. അത് നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സ് എപ്പോഴും വേണം നിർബന്ധമില്ല. ഓഡിറ്റ് ടീം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞാലും മതി. ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് നിങ്ങൾ റെസ്പോൺസ് എഴുതി. അത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും പറയണം. അത് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ മാത്രമേ ആയിട്ടുള്ളൂ. പ്രൊസീജിയർ പറയണം, നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്താണോ അതെന്താണെന്നുള്ളത് പറയുന്നുണ്ടാവണം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന പേർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റിലയബിൾ ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് തന്നെ ഒബ്റ്റൈൻ ചെയ്യാനും ശ്രമിക്കുക. അതായത് തേർഡ് പാർട്ടിയോട് ഒരു കൺഫർമേഷൻ വാങ്ങുന്നതായിരിക്കും നമ്മൾ കമ്പനിയുടെ മാനേജ്മെന്റിനോട് ഒരു കാര്യം വേർബലി ചോദിക്കുന്നതിനേക്കാളും നല്ലത്. നമ്മൾ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും? ഒബ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം എ തേർഡ് പാർട്ടി പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ എപ്പോഴും കൂടുതൽ റിലയബിൾ സോഴ്സ് ഓഫ് എവിഡൻസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടുന്ന് എക്സാമിനർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 25-26 റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ആൻഡ് അവർ നമ്മളോട് ചോദിച്ചേക്കുന്ന 8 ഓഡിറ്റ് റിസ്ക്കും അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ തന്നെ നമുക്ക് അവർ ഓൾറെഡി റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് റേഷ്യോസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഗ്രീൻ കമ്പനി. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഗ്രീൻ കമ്പനി. ഇത്രയാണ് സിനാരിയോ പ്രൈമറി ആയിട്ടുള്ളത്. ആൻഡ് വൺസ് യു ഡൺ വിത്ത് ദിസ് പാർട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോപ്പർലി വായിച്ച് ഇവിടെയുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തേ. ആൻഡ് റെലവെന്റ് റെസ്പോൺസസും എന്തൊക്കെ എടുക്കാൻ പറ്റുന്നതെന്നുള്ളതൊന്ന് നോക്കിയേ. സ്റ്റാർട്ട് ചെയ്തു. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ഇൻ ടോട്ടൽ ചോദിച്ചിട്ടുള്ള എത്ര എണ്ണമാണ്? 8 ഓഡിറ്റ് റിസ്ക്കും അതേപോലെ തന്നെ 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ആണ് ചോദിച്ചിട്ടുള്ളത്. It is 1st July 2015. You are an audit supervisor with Teal and Co., which has recently been appointed as an auditor to the Green Company. You're planning your first audit, which will be for the year ending 31st July 2015. Green Company sells a variety of plants, garden equipment, and garden furniture to the wholesale customers and to retail customers via a network of stores. The company was formed 13 years ago by Aiden, who is a CEO and is the company's oldest shareholder. Aiden is planning to retire within the next year and is intending to sell his shares in the company. നമ്മളോട് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് അവിടെ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? ടീലാൻകോ എന്ന് പറയുന്ന ഫേമിന്റെ ഓഡിറ്റ് സൂപ്പർവൈസർ ആണ് നമ്മളെന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളാണ് ഓഡിറ്റർ ആയിട്ട് ഇവിടെ അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. റീസെന്റ് ആണ് അപ്പോയിന്റഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം അവരാണ് ഓഡിറ്റ് കിട്ടിയേക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞു ഗ്രീൻ കമ്പനി ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ് അതേപോലെ തന്നെ ഗ്രീൻ ഗാർഡൻ എക്യുപ്മെന്റ്, ഗാർഡൻ ഫർണിച്ചർ ഒക്കെ വിൽക്കുന്ന കമ്പനിയാണ്.
കമ്പനി ഫോം ചെയ്ത് 13 ഇയേഴ്സ് മുന്നെയാണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ സിഇഒ എയ്ഡൻ ആണ് ഫോം ചെയ്തത്. ആൻഡ് പുള്ളിയാണ് അവിടെയുള്ള ഒരേ ഒരു ഷെയർ ഹോൾഡർ. എയ്ഡന്റെ ഷെയർസ് സെല് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ആസ് ഓഫ് നൗ ഫ്രം ദി ഇൻട്രൊഡക്ടറി ഏരിയ ഇറ്റ് സെൽഫ് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിൽ ക്ലൈന്റ് ആണ് ഏതാടാ? ക്ലൈന്റ് ആണ് സാറേ. പക്ഷെ ഇവിടെ റീസെന്റ് അപ്പോയിന്റഡ് എന്ന് പറയുമ്പോ ഒരു കൺഫ്യൂഷൻ. ന്യൂ റീസെന്റ് ക്ലൈന്റ് ആണോ? അവിടെ നമ്മൾ മാത്രമല്ല ടീൽ ആൻഡ് കോയിനെ കുറിച്ച് യു ഹാവ് ബീൻ റീസെന്റ് അപ്പോയിന്റഡ് ആസ് എൻ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ് അപ്പോയിന്റഡ് ആയെന്ന് പറയുന്ന സമയത്താണ് ന്യൂ ക്ലൈന്റ് അല്ലാണ്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇവിടെ നമ്മുടെ ഫേമെ അസൈൻഡ് ആയേക്കുന്ന ഫസ്റ്റ് ടൈം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം എടുത്തു പറയും ഫേമിനെ സംബന്ധിച്ച് ഓൾറെഡി ഉള്ള ക്ലൈന്റ് ആണ്, നിങ്ങൾ മാത്രമേ ഓഡിറ്റിലേക്ക് അസൈൻഡ് ആയേക്കുന്ന പുതുതായിട്ടാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ ന്യൂ ക്ലൈന്റ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ ആകുമ്പോ റിസ്ക് വരില്ലല്ലോ. ഇല്ല, അങ്ങനെ ആകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ. ഓക്കെ, ന്യൂ ക്ലൈന്റ് അല്ലല്ലോ, അപ്പൊ റിസ്ക് ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ റിസ്ക് ഉണ്ടോ? യെസ്. യെസ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആണെന്നുള്ള റിസ്ക് പറയാം. സോ ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആവുന്ന സമയത്ത് അവിടെ എന്തൊക്കെ റിസ്ക് ഉണ്ടാവും നമ്മൾ പറയാറുള്ളത്? ഡിറ്റക്ഷൻ റിസ്ക്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പറയടാ, എങ്ങനെ ഡിറ്റക്ഷൻ റിസ്ക് വരിക? അക്കൗണ്ടിങ് പോളിസീസും ആ. ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ് ഒന്നും നമുക്ക് അറിയണ്ടാവില്ല. അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടൂല. അപ്പൊ എന്ത് സംഭവിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും എന്നുള്ള പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറയുമ്പോൾ ആദ്യം ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. അവിടെ നിന്ന് പറയേണ്ടത് ടീൽ ആൻഡ് കോ ഈസ് അപ്പോയിന്റഡ് ആസ് എ ന്യൂ ഓഡിറ്റർ ഫോർ ദ ഗ്രീൻ കമ്പനി. Therefore, the audit team will not be familiar with Green Company's accounting policies, transactions, and balances. Therefore, there will be difficulty in obtaining sufficient appropriate audit evidence, which may result in detection risk. Okay. അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഇവിടെ പ്രൊസീജിയർ ആണ് എഴുതേണ്ടത്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. എന്തായിരിക്കും നമ്മൾ എടുക്കേണ്ട ആക്ഷൻ? ഓഡിറ്റ് ടീം എന്താ ആക്ഷൻ എടുക്കേണ്ടത്? അവരൊരു സ്യൂട്ടബിളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീമിനെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാ? സഫീഷ്യന്റ് ടൈം അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവണം എന്റിറ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവിടെ പറയാ ടീൽ ആൻഡ് കോ ഷുഡ് സ്പെൻഡ് സഫീഷ്യന്റ് ടൈം the Teal & Co should consider using a suitably experienced engagement team. They should spend sufficient time on understanding about Green Company and assessing the risk of material misstatements. Clear ആയോ? സാർ ഇവിടെ ആ ജൂലൈ 1 ഡേറ്റും 31 ജൂലൈയുടെ ഡേറ്റും പറഞ്ഞോണ്ടാണോ നമുക്കത് മനസ്സിലായത്? ഈ റീസെന്റ് എന്ന് പറയുമ്പം ഏതാ? ന്യൂ ക്ലൈന്റ് ആണെന്നാണ്? ആ അല്ല, നമ്മളോട് ഇവിടെ പറഞ്ഞില്ലേ പ്ലാനിങ് യുവർ ഫസ്റ്റ് ഓഡിറ്റ് എന്നാണെന്ന്. അതുകൊണ്ട് ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് ഓഡിറ്റ്. ഫസ്റ്റ് ജൂലൈ എന്ന് പറയുന്നത് അത് എവിടെ അവർ നിൽക്കുന്നതെന്ന് പറയുന്ന ഓഡിറ്റിന്റെ ബിഗിനിങ് ഡേറ്റ് പറയുന്നതാണ്. ഓക്കെ, അതിപ്പോ നമ്മൾ പ്രീവിയസ്ലി ഉള്ള ക്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ആയിരിക്കും. ഓക്കെ. പിന്നെ വേറെ എന്താ റിസ്ക് ഉള്ളത് ഇവിടെ? ഒരു ഈസി റിസ്ക് ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഏതാ? ഏത് റിസ്ക് എവിടെ ഉള്ളത്? വേഗം വേഗം പറയടാ. പറഞ്ഞോ, എന്തായിരുന്നു? ഷെയർസ് സെല് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നോണ്ട് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ സാധ്യത ഉണ്ടാവും. ഉണ്ടോ? നിങ്ങളാ പറയണ്ടേ. ഉണ്ടാവൂലേ? ഉണ്ടാവും അല്ലേ? നമ്മള് ഒരുപാട് സിമിലർ റിസ്കുകൾ പറയാറില്ലേ? ബോണസ് ബേസ്ഡ് ഓൺ എന്തെങ്കിലും ഫാക്ടേഴ്സ് ലൈക്ക് റവന്യൂ, അല്ലെ ബോണസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റബിലിറ്റി. സെയിം as that ലോൺ റിലേറ്റഡ് കോവനൻസ് ഉണ്ട്. ന്യൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് നടത്താൻ പോകുന്നു. അവിടെയൊക്കെ നമ്മൾ പറയാനുള്ള റിസ്ക് എന്താ? പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മാനിപ്പുലേഷൻ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ കമ്പനിയുടെ ടോട്ടൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആരാന്നാ പറഞ്ഞേ? സിഇഒ തന്നെയാണ്. എയ്ഡൻ വൈറ്റ് എന്ന് പറയുന്ന സിഇഒ തന്നെയാണ് കമ്പനിയുടെ ടോട്ടൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അയാളുടെ ഷെയർസ് മൊത്തം വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്റൻഡിങ് ടു സെൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരാൾ ഷെയർസ് വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും? കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കാൻ താല്പര്യം ഉണ്ടാവും. കാരണം മാനിപ്പുലേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഷെയർസ് വിൽക്കുന്ന സമയത്ത് കൂടുതൽ പ്രൈസ് കിട്ടും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കും, which may result in material misstatements. Clear ആയോ? Yes. Okay.
അപ്പം സിമിലർ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? നമ്മൾ ബോണസ് ഫോർ സീനിയർ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ഇയർ ആൻഡ് ടോട്ടൽ അസെറ്റ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള റിസ്ക്കും സിമിലർ റെസ്പോൺസും തന്നെ നമ്മൾ കൊടുത്താൽ പോരെ? കോപ്പി പേസ്റ്റ് ചെയ്യരുത്, സെയിം മീനിങ് എഴുതിയാൽ പോരെ? Yes. യാ. അപ്പൊ ഒന്ന് പറഞ്ഞേ, എങ്ങനെ നമുക്ക് റിസ്ക് പറയാനായിട്ട് പറ്റുക? നിങ്ങൾ സിനാരിയോ നോക്കിയിട്ട് പറയാ, എയ്ഡൻ വൈറ്റ്, ഹു ഇസ് ദ ഓൺലി ഷെയർ ഹോൾഡർ ഓഫ് ദി കമ്പനി, ഈസ് പ്ലാനിങ് ടു സെൽ ഷെയർസ് ഡ്യൂറിംഗ് ദി ഇയർ. Therefore, there can be chances that the management of the company might be biased in order to overstate the company's financial performance to attract more potential investors to the company. In that case, there can be chances that the company's profit and assets will be overstated. Clear ആയോ? Yes. അതിനെന്താണ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നത്? അലേർട്ട് ആയിട്ടിരിക്കണം. Professional skepticism. The audit team should maintain professional skepticism and being alert throughout the audit of financial statements to identify the possibilities of having fraudulent transactions. അത് നമുക്ക് പറയാം. ബട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും എന്തായിട്ടേ പറയാവുള്ളൂ? സെക്കൻഡറി പോയിന്റ് ആയിട്ടേ പറയാവുള്ളൂ. പ്രൈമറി ആയിട്ടുള്ള പോയിന്റ് പറയുമ്പോൾ എന്തിനാ പറയാ? ജഡ്ജ്മെന്റൽ Judgmental areas മാത്രം. യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവണം? അത് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടാവണം. മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജേർണൽ എൻട്രീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയാം. മാനിപ്പുലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിമിലർ ആയിട്ട് പറയാനുള്ള റിസ്ക് തന്നെ റെസ്പോൺസ് തന്നെ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം അത് പ്രൈമറി റെസ്പോൺസ് ആയിട്ട് പറയാ. എന്നിട്ട് അതിന് സബ്സിക്വന്റ് ആയിട്ട് വേണം നിങ്ങൾക്ക് എന്ത് പറയാം? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം, അലേർട്ട് ആയിരിക്കണം എന്നുള്ള പോയിന്റ് പറയാം. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. Then the engagement partner had a meeting with Aiden White and has advised you of the following. In August 2014, the company began to refurbish the retail stores in order to incorporate cafe into each one. Refurbishment cost 14.2 million were originally recognized in property, plant and equipment, and this was partly financed by a loan of 10 million, which is to be repaid in 5 annual installments commencing in September 2015. In November 2014, the company spent $400,000 in an advertising campaign, and cafes were opened in December 2014. The advertising expenditure has been included within intangible asset and is being amortized over 24 months, as Aiden White expects the advertising to generate additional revenue for a period of time. In May 2015, Green Company received notification that Building Authority has received a complaint that the refurbishment has not been performed in accordance with building regulations. The Building Authority is currently investigating, and if found to be in breach of regulation, Green Company would be required to remedy by any deficiencies in addition to paying a fine. പറയടാ, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഇഷ്യൂ? ഫസ്റ്റ് റീഫർബിഷ്മെന്റ് കോസ്റ്റിന്റെ പ്രോബ്ലം എന്താ? 14.2 million റീഫർബിഷ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തേക്കുന്നവർ എന്ത് ചെയ്തു? PPക്കകത്താണ് കൊണ്ടേ കാണിച്ചേക്കുന്നത്. നമ്മൾ റീഫർബിഷ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന മൊത്തം എമൗണ്ടും PPയിൽ കാണിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സ്റ്റാൻഡേർഡ് ഏതാ വരും അവിടെ? IAS 16 PP ആണ് അല്ലേ? IAS 16 PP ആണ്. ആൻഡ് ആസ് പെർ IAS 16 PP നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ എക്സ്പെൻസസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. IAS 16 ക്രൈറ്റീരിയ ഫോർ ക്യാപിറ്റലൈസേഷൻ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനി റിസർച്ച് IAS 16 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഏതായിരിക്കും ഓവർസ്റ്റേറ്റഡ് ആവുക? PP will be overstated and the expenses will be understated. ഓക്കെ, അത് തന്നെ പറയാ. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ സിനാരിക്ക് എന്ന് പറയാ, ഡ്യൂറിംഗ് ദി ഇയർ the company have spent, Green Company have spent 14.2 million on refurbishment and has recognized the amount within PPE. As per IAS 16, any expenses that meet the criteria for capitalization should only be capitalized, and all other expenses should be treated as revenue expenditure. However, there can be chances that the company might have capitalized some of the revenue expenditures as part of IAS 16
PPE capitalization cost, which may result in overstated PPE and understated expenses. Clear ആയോ? ക്ലിയർ ആയടാ? ഓക്കെ. ഇനി ഇവിടെ എന്തായിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് എടുക്കാൻ പറ്റുക? ഇവിടെ എന്തായിരിക്കും? rational discuss with the management the rationale in which they classified refurbishment cost as PP. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രിഫറബിളി എപ്പോഴും നിങ്ങൾ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും? ഡോക്യുമെന്ററി ബ്രേക്ക് ഡൗൺ എവിഡൻസ് വെച്ച് നോക്കുന്നതായിരിക്കും. ഇവിടെ എന്തായിരിക്കും ഡോക്യുമെന്ററി എവിഡൻസ് നമുക്ക് ഉണ്ടാവുക? ബ്രേക്ക് ഡൗൺ എടുത്തുകൂടെ? 14.2 മില്യൺ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് എന്തുമായിട്ടും മാച്ച് ചെയ്യാൻ പറയാൻ വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട്, അതായത് ഇത് റീഫർബിഷ്മെന്റിന്റെ ഇൻവോയ്സസ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം? ക്യാപിറ്റൽ നേച്ചറിലുള്ളത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ, റവന്യൂ നേച്ചറിലുള്ള ഏതെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് പറയാ? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 14.2 million spent on refurbishment and consider and agree to the supporting documents such as invoices and confirm whether any of the expenses that are of revenue nature has been capitalized, which are not in accordance with IAS 16 PPE. Clear ayo? Clear ayada? Yes. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞു വിച്ച് ആർ നോട്ട് ഇൻ ലൈൻ വിത്ത് എന്ന്. അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? റിസർച്ച് എക്സ്പെൻസസിന് പകരം റവന്യൂ എക്സ്പെൻഡിച്ചറിന് പകരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് കൺഫേം ചെയ്യാനും പറഞ്ഞാൽ മതി. ഇൻ അക്കോർഡൻസ് വിത്ത് IAS 16. ഇതേ പറഞ്ഞാൽ മതി. രണ്ടും മീനിങ് സെയിം തന്നെയാണല്ലോ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഈസി റിസ്ക്. എന്താ? ലോണ്. അവിടെ പറയാൻ പറ്റുന്നത് എന്താ? കമ്പനി 10 മില്യന്റെ ലോൺ എടുത്തിട്ടുണ്ട്, അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താ ചെയ്യേണ്ടേ? നമ്മൾ കറക്റ്റ് ആയിട്ട് ലോണിന്റെ എമൗണ്ട് കറന്റ് ആൻഡ് നോൺ കറന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. വിത്തിൻ ദി ഇയർ പേ ചെയ്യേണ്ട എമൗണ്ടിന് കറന്റ് ആയിട്ട് കാണിക്കണം, റിമൈനിങ് എമൗണ്ടിന് നോൺ കറന്റ് ആയിട്ട് കാണിക്കണം. റിസ്ക് എന്തായിരിക്കും? കമ്പനി കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റിയോട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കമ്പനി ഹോൾ എമൗണ്ട് ഓഫ് ലോൺ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? കറന്റ് ലയബിലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കറന്റ് ലയബിലിറ്റി ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റി കറന്റ് ലയബിലിറ്റി അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നോൺ കറന്റ് ലയബിലിറ്റി എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് അത് തന്നെ പറയാ. നിങ്ങൾ പറയുന്നത് കമ്പനി ഹാവ് ടേക്കൺ ഗ്രീൻ കമ്പനി ഹാവ് ടേക്കൺ എ ലോൺ ഓഫ് 10 million which need to be repaid in 5 annual installment commencing from September 2015. So the loan need to be correctly split between current and non-current liability. Any amount of loan need to be repaid within an year need to be treated as current. However, there can be chances that the company might have treated whole amount of loan as non-current liability, resulting in understated current liability and overstated non-current liability. അവിടെ ഈസി ആയിട്ട് നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുമെന്ന്. എന്തായിരുന്നു റെസ്പോൺസ് കൊടുക്കണ്ടേ? എന്തായിരുന്നു റെസ്പോൺസ് കൊടുക്കേണ്ടത്? സ്പ്ലിറ്റ്. Review the split between current and non-current liability and disclosures for the loan to confirm whether it is in accordance with relevant standards. Clear ആയോ? Yes, sir. ഓക്കെ, പിന്നെ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടിയിട്ട് തന്നെ പറയാൻ പറ്റുന്ന റിസ്ക് ഏതാ? ഫിനാൻസ് കോസ്റ്റ്. ഓക്കെ, ഫിനാൻസ് കോസ്റ്റിന് നമുക്ക് പറയാം. നമ്മളോട് അവിടെ പക്ഷേ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇൻട്രസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ അത് ഫിനാൻസ് കോസ്റ്റിന് വേണം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ബട്ട് പ്രിഫറബിളി ഒരു കാര്യത്തെ ബേസ് ചെയ്ത് തന്നെയുള്ള മൾട്ടിപ്പിൾ റിസ്ക് പറയുന്നതിനേക്കാളും നല്ലത് ഒറ്റ റിസ്ക് പറഞ്ഞിട്ട് വേറെ കാര്യത്തെക്കുറിച്ച് റിസ്ക് എഴുതുന്നതായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ലോണിന്റെ തന്നെ പല പല പോയിന്റ് എഴുതുന്നതിനേക്കാളും നല്ലത് ലോണിന്റെ ഒരു പോയിന്റ് എഴുതുക, അടുത്ത പോയിന്റിലേക്ക് പോയിട്ട് വേറെ റിസ്ക് ആയിട്ട് തന്നെ എഴുതുന്നതായിരിക്കും. ബട്ട് ഫിനാൻസ് കോസ്റ്റിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? The company have taken a new loan which need to be repaid over the period, probably with an interest. So in that case, the interest expense need to be treated as finance cost. Risk എന്തായിരിക്കും? There can be chances that the company might not have recognized the expense. Finance cost will be understated and profit will be overstated. Response എന്തായിരിക്കും? ഫിനാൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്താ റെസ്പോൺസ് എടുക്കാൻ പറ്റുക? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് റീകാൽക്കുലേറ്റ് ചെയ്യാം, ലോൺ എഗ്രിമെന്റ്സുമായിട്ട് മാച്ച് ചെയ്യാം, ആൻഡ്
സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണോ അത് കറക്റ്റായിട്ട് P&L ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറയാം. ഓക്കെ, വേറെ എന്താണ് ആവശ്യമുള്ളത്? അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചറിനെ അവർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ച് 24 മന്ത്സിലേക്ക് അമോർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് ആണോ? അല്ല, സ്റ്റാൻഡേർഡ് ഏതാ വരിക? ആസ് പെർ IAS 13 ഇൻടാഞ്ചിബിൾ അസറ്റ് അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ, ആൻഡ് വിച്ച് നീഡ് ടു ബി എക്സ്പെൻസ്ഡ് ഇൻ ദ P&L, ആൻഡ് ദേ ഹാവ് ട്രീറ്റഡ് ഇറ്റ് എസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡ്യൂ ടു വിച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ നമ്മുടെ റിസർച്ച് പറയാം, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആവും എന്ന് പറയാം. അപ്പൊ നിങ്ങൾ പറയാം ഗ്രീൻ കമ്പനി ഹാവ് സ്പെൻഡ് 400,000 ഓൺ അഡ്വർടൈസിംഗ് and the company has amortized it over a period of 24 months. However, as per IAS 38 intangible asset, the advertising expenditures does not meet the criteria for capitalization, so it should be treated as a revenue expenditure. Since the company have failed to do this, expenses will be understated and intangible asset will be overstated. റെസ്പോൺസ് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? ഇവിടെ നമ്മൾ വേറെ ഫർദർ പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മിസ്റ്റേക്ക് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ? വേണ്ട. ഇവിടെ ഡയറക്ട്ലി നമുക്ക് ഐഡന്റിഫയബിൾ ആണ് അതൊരു മിസ്റ്റേക്ക് ആണെന്ന്, ശരിയല്ലേ? നമ്മൾ ഇനി ഫർദർ പ്രൊസീജിയർ ചെയ്ത മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്ന് നോക്കണ്ട, പകരം കറക്റ്റീവ് ആക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. എന്തായിരിക്കും കറക്റ്റീവ് ആക്ഷൻ? അപ്പോ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് ഒന്നും വേണ്ടല്ലേ? നമുക്കിത് അറിയാലോടാ മിസ്റ്റേക്ക് ആണെന്ന് കൺക്ലൂഡ് കഴിഞ്ഞ് വേറെ പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല സാറേ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവര് എന്ത് റാഷണൽ അങ്ങനെ എടുത്തേന്ന് ചോദിച്ചൂടെ? ഇല്ല, അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചറിന് പ്രത്യേകിച്ച് റാഷണൽ ഒന്നുമില്ല. അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ആണോ, ഇറ്റ്സ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് എന്താണെങ്കിലും PPE ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അത് എന്തായിട്ട് തന്നെ കാണിക്കണം, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ അതൊരു മിസ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അതിന്റെ റാഷണൽ ചോദിക്കേണ്ട, പകരം അതിന്റെ കറക്റ്റീവ് ആക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ കറക്റ്റീവ് ആക്ഷൻ? പാസ് അഡ്ജസ്റ്റിംഗ് എൻട്രി വേണ്ടി ആ എന്ത് എക്സ്പെൻസിൽ കൂട്ടാൻ. അവിടെ നമ്മൾ എന്താ പറയാ, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the accounting treatment in relation to the advertising expenditure and request them to pass adjustment entries in the financial statements by recognizing advertisement expenditure as a revenue expenditure in the P&L. Clear ayo? Is that clear everyone? Yes, sir. Okay. അടുത്ത എന്താടാ? റിസ്ക് ഫ്രം ദ സെയിം പാരഗ്രാഫ്. ഈസി റിസ്ക് ആണ്, ബേസിക് റിസ്ക്. ലിറ്റിഗേഷന്റെ റിസ്ക്. ഓക്കെ, ലിറ്റിഗേഷൻ റിസ്ക് അതെന്താ? ലിറ്റിഗേഷൻ റിലേറ്റഡ് ബിൽഡിംഗ് അതോറിറ്റി ഫൈൻ ചെയ്യാൻ നോക്കുന്നു. അപ്പോ എന്താ റിസ്ക്? എന്താ അവിടെ? അപ്പൊ പ്രൊവിഷൻ വെക്കണം. IAS 37 റിസ്ക് എന്തായിരിക്കും? വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞു ബിൽഡിംഗ് അതോറിറ്റി കറന്റ് കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിനവിടെ അവർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ഏതൊക്കെയോ റെഗുലേഷൻസ് നമ്മൾ ബ്രീച്ച് ചെയ്തു എന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫൈൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉണ്ടാക്കിയ പ്രോബ്ലംസ് എന്തൊക്കെയാണ് സോർട്ട് ചെയ്യേണ്ടത് വരും എന്ന് പറഞ്ഞു. അപ്പം അവിടെ നമുക്ക് IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് കണ്ടിജന്റ് അസറ്റ് പ്രകാരം നമ്മൾ അവിടെ എന്ത് റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ട് വരും? പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റിസ്ക്? പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ശരിയല്ലേ? ഓക്കെ, അവിടെ അപ്പം നിങ്ങൾ സ്പെസിഫിക്കലി എടുത്ത് പറയാൻ കൂടെ ചെയ്യണേ. പ്രോബബിൾ ആണ് എന്നുണ്ടെങ്കിലാണ് പ്രൊവിഷൻ വെക്കേണ്ടത്. അപ്പം അതുകൊണ്ട് എടുത്ത് പറയണേ. നിങ്ങൾ പറയാം ദ ബിൽഡിംഗ് അതോറിറ്റി ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അഗൈൻസ്റ്റ് ദ ഗ്രീൻ കമ്പനി ആൻഡ് ഐഡന്റിഫൈഡ് ദാറ്റ് ദേ ഹാവ് ബ്രീച്ച്ഡ് സം ഓഫ് ദി റെഗുലേഷൻസ്. Therefore, as per IAS 37 provision contingent liability and contingent asset, companies should have recognized a provision in case of a probable future cash outflow. However, there can be chances that the company might not have recognized adequate amount of provision, which may result in understated provision and overstated profit. ഇനി നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുന്നുണ്ടാവുക? റെസ്പോൺസ് Discuss with the lawyer of Green Company about the probability of this cash outflow and if probable require
the management to provide for ഇല്ല, provision. ഈ പ്രോബബിൾ ആദ്യമേ കൺസിഡർ ചെയ്യാൻ പറയാ പ്രൊവിഷൻ വെച്ചിട്ടുണ്ടോ എന്ന്. മനസ്സിലായോ? കാരണം നമുക്കറിയില്ല പ്രൊവിഷൻ വെച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവര്. ഓക്കെ, നമ്മൾ എന്ത് പറയാ, നിങ്ങൾ പറയാ ഒപ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ അബൌട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ വിച്ച് മൈറ്റ് അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ദി litigation against the company, and in case of any probable cash outflows, consider whether provision has been recognized in the financial statements. Clear ആയോ? Okay. ഇനി ആരെങ്കിലും ഒപ്റ്റൈൻ എക്സ്റ്റേണൽ കൺഫർമേഷന് പകരം റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ ഗ്രീൻ കമ്പനി ആൻഡ് ദ കമ്പനി ലോയർ പറഞ്ഞാലും മതി. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. അല്ലെങ്കിൽ വേണം എന്ന് പറയാം കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഗ്രീൻ കമ്പനി ആൻഡ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി വേണേലും പറയാം കേട്ടോ. കാരണം എന്താ, അവരും കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര എമൗണ്ട് ആയിരിക്കും ഫൈൻ അടക്കേണ്ടി വരുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാണ്ട് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ലോയറോ കറസ്പോണ്ടൻസ് വിത്ത് റെഗുലേറ്ററി അതോറിറ്റിയോ ഏതാണേലും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതിന് നേരെ വേറെ രീതിയിലും പറയാവേ. നമ്മളിപ്പോൾ പറഞ്ഞെന്താ, പ്രോബബിൾ ആണെങ്കിൽ പ്രൊവിഷൻ വെക്കണമായിരുന്നു പക്ഷെ വെച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ്. ഇനി അതേ സ്ഥാനത്ത് വേണ്ട രീതി പറയാം, ഇവിടെ പ്രോബബിൾ ആണോ പോസിബിൾ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, പോസിബിൾ ആണെങ്കിൽ കണ്ടിജൻ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യണമായിരുന്നു, ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ള വേണേലും പറയാം. ക്ലിയർ ആയോ? Yes, sir. Okay. The Green Company sells a range of tropical plants. In August 2014, Green Company began a project to develop new technology for maintaining correct temperature and humidity in its greenhouses. The project is expected to be completed in August 2015, and Green Company has incurred cost of $350,000, which are recognized within the intangible asset. In May 2015, a flood caused water damage to the inventory of plants which had cost $425,000. Company believed that the plant can still be sold, but at a reduced selling price. The financial statements for the year ending 31st July 2015 are expected to show revenue of $88.2 million, gross profit of $23 million, and operating profit of $6.3 million. In the previous year, it was $9.4 million. Then കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 20% നിന്ന് 26% ആയി എന്ന് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. റിസീവ്സ് കളക്ഷൻ പീരീഡ് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. ആൻഡ് നമ്മളോട് പറഞ്ഞു Aiden White have attributed the increase in receivables collection period to the absence of credit controller who has been on long-term sick leave since April 2015. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്, ഈ കമ്പനി ട്രോപ്പിക്കൽ പ്ലാന്റ്സ് സെല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കമ്പനിയായിട്ട് തന്നെ കുറെ എന്താ പറയാ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ ഗ്രീൻ ഹൗസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഗ്രീൻ ഹൗസുമായിട്ട് റിലേറ്റ് ചെയ്ത് $350,000 കോസ്റ്റ് ആയിട്ടുണ്ട്, അത് അവർ ഇൻടാഞ്ചിബിൾ ആയിട്ടാണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് May 2015 ഒരു ഫ്ലഡ് വന്ന് കമ്പനിയുടെ ഇൻവെന്ററി ഒക്കെ പോയി. കമ്പനി ബിലീവ് ചെയ്യുന്ന ഇൻവെന്ററി കുറച്ച് കുറഞ്ഞ വിലയിൽ വിൽക്കാൻ പറ്റും എന്നാണെന്ന് പറഞ്ഞു. ദെൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, ദെൻ നമുക്ക് റേഷ്യോസ് തന്നിട്ടുണ്ട്. ദെൻ അവർ പറഞ്ഞു റിസീവ്സ് കളക്ഷൻ പീരീഡ് ഭയങ്കരമായിട്ടും കൂടി. അതിന്റെ വൺ ഓഫ് ദി മെയിൻ കാരണം ക്രെഡിറ്റ് കൺട്രോളർ പോയതാണ്. ക്രെഡിറ്റ് കൺട്രോൾ കുറെ നാളായിട്ട് സിക്ക് ലീവിലാണെന്ന് പറഞ്ഞു. പറയടാ, എന്തൊക്കെയാ റിസ്ക് ഉള്ളത്? ഈസി റിസ്ക് ആണല്ലോ. ഡെവലപ്മെന്റ് കോസ്റ്റ് ഫുള്ള് ക്യാപിറ്റലൈസ് ചെയ്തു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള $350,000 അവർ ക്യാപിറ്റലൈസ് ചെയ്തു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ടോട്ടൽ എമൗണ്ട് എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് IAS 38 പ്രകാരം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ അകത്ത് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻടാഞ്ചിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ കമ്പനി എന്ത് ചെയ്തു, ഫുൾ എമൗണ്ട് ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും പറ്റുന്നുണ്ടാവുക, എന്തായിരിക്കും അവിടെ വരുന്ന പ്രോബ്ലം? നമ്മുടെ കമ്പനിയുടെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്മെന്റ് കോസ്റ്റ് അതിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്തായിരിക്കും, ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. റിസർച്ച് എക്സ്പെൻസസ് എന്തായിരിക്കും, അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇവിടെ ബേസ് ചെയ്ത് തന്നെ പറയാം, ദ കമ്പനി ഹാവ് സ്പെൻഡ് $350,000 on developing new technology for maintaining correct temperature and humidity in its greenhouse, and the company has capitalized the whole amount. As per IAS 38 intangible asset, only expenditure that meets the criteria for capitalization in accordance with development cost should be included within intangible asset, and the remaining cost should be expensed as research cost in the P&L. However, the company have capitalized the whole amount, which may result in overstated intangible asset and understated research expenses. Clear ആയോ? Yes. Okay. ഇനി ഇവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും?
ഉം? ഇവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ്സിന് അത് പഠിച്ച നോളജ് ഒക്കെ യൂസ് ചെയ്യാം. നമ്മളൊരു പ്രൊജക്ട് കംപ്ലീഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കാനാണ് പറഞ്ഞേ? പ്രൊജക്ട് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യാനല്ലായിരുന്നു പറഞ്ഞേ, അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഡിസ്കസ് വിത്ത് ദ പ്രൊജക്ട് മാനേജർ ഓഫ് ദി ഗ്രീൻ കമ്പനി ടു കൺസിഡർ വെദർ ദ കമ്പനി ഹാവ് മെറ്റ് ദ ക്രൈറ്റീരിയ ഫോർ ഡെവലപ്മെന്റ് കോസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് കോസ്റ്റ് എടുത്തുകൂടെ? എന്നിട്ട് നോക്കിക്കൂടെ? നമ്മൾ പഠിച്ചുള്ള പോയിന്റ് അല്ലേ? ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദി കോസ്റ്റ് ടു അസർടൈൻ വെദർ any cost in relation to the research expenses have been included within the intangible asset to consider whether they have been treated in accordance with IAS 38 intangible assets. Clear ആയോ? ഓക്കെ. അടുത്ത റിസ്ക് എന്താ? അടുത്ത റിസ്ക് എന്താടാ? ഇൻവെന്ററി ഇൻവെന്ററി റിലേറ്റഡ് റിസ്ക് എന്താ? റൈറ്റ് ഡൗൺ ചെയ്യണം. ഓബ്സലീറ്റ് ആൻഡ് സ്ലോയിങ് ആണ്. ഏതാ സ്റ്റാൻഡേർഡ്? IAS 2. IAS 2 ആണ് അല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുറെ വാട്ടർ ഡാമേജ് വന്ന് ഇൻവെന്ററീസ് കുറെ പോയിന്ന്. അപ്പൊ വാട്ടർ ഡാമേജ് വന്ന് ഇൻവെന്ററീസ് പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? We need to Write down. consider it as Cost or NR. obsolete inventory and it need to be written down to the lower of cost or NRV. റിസ്ക് എന്തായിരിക്കും? ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ വാല്യൂ ഓഫ് ഇൻവെന്ററി എന്താവും? അത് നിങ്ങൾ പറയാം. The company has a number of inventories which have been damaged during the flood and company is planning to sell the inventory at reduced selling price. Therefore, this should be considered as obsolete inventory and need to be written down to the lower of cost or NRV. If not, the value of inventory will be overstated. നമുക്ക് എന്തായിരിക്കും അവിടെ റെസ്പോൺസ് എടുക്കാൻ പറ്റുന്നത്? ഇൻവെന്ററി റിലേറ്റഡ് ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? Cost or NRV testing of Detailed cost or NRV testing need to be undertaken by the engagement team to consider whether the damaged inventory has been treated at lower of cost or NRV on line by line basis. Clear അല്ലേ? yes sir. ഇനി ഓവർ ഹിയർ ഈസി പോയിന്റ്സ് ആണ്. എന്തൊക്കെയാ റിസ്കുകൾ ഉള്ളത്? 2 റിസ്കും കൂടി. Gross profit margin operating profit margin. നമ്മൾ കുറച്ച് മുന്നേ കൂടെ ഡിസ്കസ് ചെയ്തുള്ളൂ. കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ? ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്തേക്കുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്തേക്കുന്നത്? കുറയുകയാണ് ചെയ്തേക്കുന്നത്. ബട്ട് ഇവിടെ നോക്കിയ റവന്യൂവും കുറയുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ റവന്യൂവിനെ കുറിച്ച് ചിന്തിക്കണ്ട. നമുക്കപ്പം ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇവിടെ വന്നേക്കുന്ന വേരിയേഷൻ എന്തിൽ തന്നെയാ? ഗ്രോസ് പ്രോഫിറ്റും Misclassification. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും. അത് മനസ്സിലാക്കാൻ നമുക്ക് തന്നേക്കുന്നത്. ക്ലിയർ ആയോ? Yes, ഓക്കെ. sir. ക്ലിയർ ആയില്ലടാ? കഴിഞ്ഞ പ്രാവശ്യക്കാര് റവന്യൂ കുറയുക ചെയ്തേക്കുന്നത്. അപ്പൊ റവന്യൂവിലെ സ്ലൈറ്റ് ഇൻക്രീസ് മാത്രം വന്നേക്കുന്നത്. അപ്പൊ റവന്യൂവിലുള്ള ഇൻക്രീസ് കൊണ്ടല്ല അവിടെ ഇമ്പാക്ട് വന്നേക്കുന്നത്. മെയിൻ വ്യത്യാസം എന്തിനാ വന്നേക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ആണ്. അപ്പം അല്ലല്ല, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും. അതിലെ റീസൺ ആണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പം നമ്മൾ ഇവിടെ പറയേണ്ടത് എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയും കൂടണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തായിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇത്രയും കുറയണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താവും? കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് എന്തായിരിക്കും റിസ്ക് പറയാൻ പറ്റുക? ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ളത് തന്നെ പറയാം, Misclassification. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് ആയിരിക്കും. ഏതെങ്ങോട്ട് പോയി എന്ന് പറയാം? കോസ്റ്റ് ഓഫ് സെയിൽസിനകത്ത് കാണിക്കുന്ന എക്സ്പെൻസിന് അവരെന്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആവും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താവും? ഓവർസ്റ്റേറ്റഡ് ആവും. അപ്പൊ അതായിരിക്കും നമ്മൾ പറയാം. നിങ്ങൾ പറയാ the gross profit margin has been increased from 20% to 26%, and operating profit margin has been decreased from 11% to 7%. Therefore, there can be chances that the expenses that need to be included within the cost of sales might be misclassified into operating expenses, thereby leading to overstated operating expense and understated cost of sales. Clear അല്ലേ? ഓക്കെ. അതിനെന്താണ് റെസ്പോൺസ് എടുക്കാൻ പറ്റുക? Breakdown of ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് എടുത്താൽ മതി അല്ലേ? എന്നാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കോസ്റ്റ് ഓഫ് സെയിൽസും എടുക്കാൻ പറയാം. പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറയാം. എന്നിട്ട് അൺയൂഷ്വൽ വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യാനും പറയാം, അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റിംഗ് നടത്താൻ പറയാം. ക്ലിയർ ആയോ? split ചോദിച്ചാലും okay. സ്പ്ലിറ്റ് ഓഫ് എക്സ്പെൻസസ് ചോദിക്കണം. അപ്പൊ സ്പ്ലിറ്റ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്.
ഓക്കെ, നമ്മൾ പറയുമ്പോൾ എന്ത് പറയാം? ഒപ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് വിത്തിൻ കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് കമ്പയർ വിത്ത് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഇൻ കേസ് ഓഫ് എനി സിഗ്നിഫിക്കൻറ്റ് വേരിയൻസ് ഇൻ എക്സ്പെൻസ് കൺസിഡർ ഡിസ്കസിംഗ് വിത്ത് ദ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ഫർദർ എന്നുള്ള പറയാം. ക്ലിയർ അല്ലേ? Yes, sir. ആൻഡ് ദ വെരി ലാസ്റ്റ് റിസ്ക്, ഈസി വൺ, എന്താ? Receivables. ആ, നമ്മളോട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കൺട്രോൾ വാസ് ഓൺ ലീവ് ആൻഡ് ദ റിസീവൽസ് ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 40 days to 67 days. സോ അവിടെ ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? Bad and doubtful ആ, debts. പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്സ് ഫോർ ദ കമ്പനി ആയിരിക്കും. ഡ്യൂ ടു വിച്ച് എന്ത് ചെയ്യണം എന്ന് പറയാം? Either Right. advances for receivables has to be recognized or bad and doubtful debts should be written off from the financial statements. If not, receivables will be overstated. Clear ആയോ? Okay. And അവിടെ നമ്മൾ പറയാനുള്ള റെസ്പോൺസ് എന്തായിരിക്കും? Extended post-year cash receipt testing Perform. and detailed analysis of Okay. Fine. deals. Review the post year end cash receipts testing and പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? ഏജ് റിസീവബിൾസ്. ഏജ് റിസീവ്സ് ലെഡ്ജർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാ. ആൻഡ് ആഡിക്വസി ഓഫ് അലവൻസസ് ഫോർ റിസീവബിൾസ് ഉണ്ടോ എന്നുള്ളതും റിവ്യൂ ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയാ? പെർഫോം എക്സ്റ്റെൻഡഡ് പോസ്റ്റ് ഇയർ ഇൻ ക്യാഷ് റെസിപ്റ്റ്സ് ടെസ്റ്റിംഗ് ആൻഡ് റിവ്യൂ ദ ഏജ് റിസീവ്സ് ലെഡ്ജർ ആൻഡ് കൺസിഡർ ആഡിക്വസി ഓഫ് അലവൻസസ് ഫോർ റിസീവബിൾസ് ടു കൺഫേം വെദർ ദ റിസീവബിൾസ് ഹാവ് ബീൻ appropriately treated in accordance with the standards. Clear ആയോ? Okay. അപ്പൊ ഇൻ ടോട്ടൽ നമുക്ക് 10 റിസ്ക് ആൻഡ് റെസ്പോൺസസ് ആണുള്ളത്, എക്സ്ക്ലൂഡിങ് നമ്മളെ ഫിനാൻസ് കോസ്റ്റിനെ പറയാണ്ട് തന്നെ, സെപ്പറേറ്റ് ആയിട്ട് പറയാണ്ട് തന്നെ. അപ്പൊ അതിൽ നിന്ന് മൊത്തം എത്ര പോയിന്റ്സ് എഴുതിയാൽ മതി? 8 ഓഡിറ്റ് റിസ്ക്കും 8 ഓഡിറ്റ് റെസ്പോൺസസും എഴുതിയാൽ മതി. ക്ലിയർ ആണോ? പക്ക? ഓക്കെ. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നൈറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ നൈറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്തും അവർ നമ്മളോട് ചോദിച്ചേക്കുന്നത് 8 ഓഡിറ്റ് റിസ്ക്കും അതേപോലെ തന്നെ അതിനുള്ള 8 ഓഡിറ്റേഴ്സ് റെസ്പോൺസസും ആണ്. ഓക്കെ, 8 റിസ്ക്കും റെസ്പോൺസസും. സോ ലെറ്റ് സ്റ്റാർട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ സിനാരിയോ. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് നൈറ്റ് ഇലക്ട്രോണിക്സ്. സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും. സോ ക്വസ്റ്റ്യൻ വായിച്ചില്ലേ? സോ ഈ ക്വസ്റ്റ്യൻ്റെ അകത്തും ലാസ്റ്റ് ടൈം ചെയ്ത ക്വസ്റ്റ്യനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സിമിലർ പോയിന്റ്സ് തന്നെയല്ലേ? അല്ലേ? റിപ്പീറ്റഡ്ലി രണ്ട് അടുത്തുള്ള അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസും ആണ്, എന്നിട്ടും കുറേ റിപ്പീറ്റേഷൻ പോയിന്റ്സ് ഉണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. It is 1st July 2015. Your firm Hercules & Co. has recently won the audit of new client, Knight Electronics Company, for the year ending 30th September 2015. Knight Electronic Company sells products enabling smart building systems which allow customers to efficiently control their security, lighting, and network systems. The audit manager held a preliminary meeting with the finance director and has provided you the following notes. As of now, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? യെസ്, നമ്മളോട് വീണ്ടും ഈ ക്വസ്റ്റ്യനിലും സെയിം റിസ്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ഈ പ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം അവർ ഓഡിറ്റ് കിട്ടുന്നത്. ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്നുള്ളത് പറയുന്നുണ്ട്. സോ ന്യൂ ഓഡിറ്റ് ക്ലയന്റിന്റെ റിസ്ക് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എന്ത് പറയാം? Hercules & Company is a new audit firm for the Knight Electronics Company. Therefore, നമ്മൾ കുറച്ചുകൂടി പറഞ്ഞ സെയിം റിസ്ക് തന്നെ. ഓഡിറ്റ് ഫേം വിൽ നോട്ട് ബി ഫെമിലിയർ വിത്ത് ദ അക്കൗണ്ടിംഗ് പോളിസീസ്, company's accounting policies, transactions, and balances, due to which there can be chances of having detection risk, as the team will not be able to obtain sufficient appropriate evidence. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ്ഡ് ടീമിന് നമ്മൾ പറയാം Hercules & Co. should consider using a suitably experienced engagement team. They should spend sufficient time on understanding about Knight Electronics Company and understanding the risk of material misstatements. Clear ആയോ? ഓക്കെ, സെയിം റിസ്ക് തന്നെ. ഇനി അടുത്തത് പ്ലാനിംഗ് മീറ്റിംഗ് നോട്ട്സ്. സിൻസ് ഇറ്റ്സ് ലോഞ്ച് 5 years ago, Knight Electronics has experienced high level of growth, such as that the founder and CEO William Knight is considering a stock exchange listing next year. Knight Electronics Company has both corporate and domestic customers. On 1st of October 2014, Knight Electronics Company began to offer customers the option to purchase 3-year service agreement. The 3 annual services for the products purchase. Customer pay for the servicing agreement in full at the start of the agreement. The component parts are purchased from a number of suppliers. Price of the components have been steadily increasing over the past 2 years to leading to reduction in gross profit margin.
The forecast financial statements for the year ending 13th September 2015 show inventory is valued at cost. Okay. As of now, from this paragraph, 3 paragraphs, എന്തൊക്കെ issues ഉള്ളത്? Easy points അല്ല. എന്തൊക്കെയുള്ള? Stock exchange. എവിടെയെങ്കിലും പരിചയമുണ്ടോ? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ ഉള്ളൂ. കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞു ഷെയർസ് അവർ സെല് ചെയ്യാൻ പോവാന്ന്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ലിസ്റ്റിംഗ് ചെയ്തിട്ട് അവർ ചെയ്യാൻ പോകുന്നത് എന്താ? സെയിൽ ഓഫ് ഷെയർസ് തന്നെയാണ്. അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് കമ്പനി നടത്താൻ പോവാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന അസോസിയേറ്റ് റിസ്ക് എന്തായിരിക്കും? Motivated to overstate. The company's management will be motivated to intentionally overstate the company's financial performance. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? In order to attract the potential investors in the market, which may result in overstated profit, revenue and assets. ഇനി അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എന്തായിരിക്കും? നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാ? നമ്മൾ പഠിച്ച സെയിം പോയിന്റ് ഇല്ലായിരുന്നോ? ആ സിമിലർ പോയിന്റ് തന്നെ, ഡീറ്റെയിൽ റിവ്യൂ ഓഫ് ജഡ്ജ്മെന്റൽ ഡിസിഷൻസ് നടത്തണം എന്ന് പറയാ. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊവിഷൻസ് എല്ലാം കമ്പയർ വിത്ത് പ്രയർ ഇയർ ചെയ്യാൻ പറയാ. മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജേണൽ എൻട്രീസ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഓഡിറ്റ് ടീം ഷുഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ബീങ് അലേർട്ട് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ടു ഐഡന്റിഫൈ ദ പോസിബിലിറ്റീസ് ഓഫ് ഹാവിംഗ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത റിസ്ക് എന്താടാ? Customer pay for servicing agreement. ഏതാ സ്റ്റാൻഡേർഡ് വരിക? IFRS 15. IFRS 15 ആണ് അല്ലേ? ഓക്കെ, ഗുഡ്. അതായത് ഇവിടെ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് പ്രകാരം നമുക്ക് റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഇവരൊരു 3 year സർവീസ് എഗ്രിമെന്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം 3 yearsലേക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിനു ശേഷം നമ്മൾ സർവീസ് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? അപ്ഫ്രണ്ട് പേ ചെയ്യണം അല്ലേ? ഈ എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് ഇവർ പേ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെഫേർഡ് ലയബിലിറ്റി, അതായത് ഡെഫേർഡ് ഇൻകം ആയിട്ട് വേണം കാണിക്കാനായിട്ട്. ഇവരിവിടെ എന്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും? റവന്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് പറ്റും? റവന്യൂ ഓവർസ്റ്റേറ്റഡ് ആവും. ഡെഫേർഡ് ഇൻകം എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറയാ നൈറ്റ് ഇലക്ട്രോണിക്സ് കമ്പനി ഓഫേഴ്സ് 3 year service agreement for the products and for which the customers pay full amount of service agreement at the start of the agreement. Therefore, as per IFRS 15, revenue from contracts with customers, revenue should be recognized only when the performance obligation are satisfied. Until then, revenue should be recognized as deferred income. However, there can be chances that the company might have recognized the revenue at the start of the agreement, which may result in overstated revenue and understated deferred income. Clear ആയോ? ഓക്കെ, നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? Discuss with management ചെയ്തോളാം. എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? About the rationale on the basis of which revenue is recognized. ഇല്ല, അവര് നമ്മളോട് പറഞ്ഞില്ല റവന്യൂ അവർ ആദ്യമേ റെക്കഗ്നൈസ് ചെയ്യുന്നത്. നമ്മൾ റിസ്ക് പറഞ്ഞതാണ്. അപ്പൊ റാഷണൽ അല്ല ചോദിക്കേണ്ടത്, പകരം എങ്ങനെയാ ചോദിക്കേണ്ടത്? Accounting treatment. റവന്യൂ റെക്കഗ്നേഷൻ പോളിസിയാണ് കമ്പനിയോട് ചോദിക്കേണ്ടത്. എന്നിട്ട് എന്ത് കൺസിഡർ ചെയ്യുക? റവന്യൂ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് IFRS 15 കൺഫേം ചെയ്യണം എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് പറയാ? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് ദി റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ഓഫ് ദി കമ്പനി ടു കൺസിഡർ വെദർ ദ revenue from service agreement are being recognized when the performance obligation are satisfied in accordance with IFRS 15. Clear ആയോ? Yes, sir. Okay. അടുത്ത പാരാഗ്രാഫിന്റെ മീനിങ് എന്താടാ? ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് കോമ്പോണൻസിന്റെ കോസ്റ്റ്, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവർ നമ്മളോട് പറയുന്നത് എന്താ? ഇവരിതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? Inventory cost. ഇൻവെന്ററി കോസ്റ്റിലാണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇൻവെന്ററി അങ്ങനെ നേരെ കയറ്റിയിട്ട് കോസ്റ്റിൽ കാണിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ലോവർ ഓഫ് കോസ്റ്റ് നമ്മൾ ഇൻവെന്ററി കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെന്ററി കോസ്റ്റ് കാണിക്കാൻ പാടില്ല. നമ്മൾ പകരം എന്ത് വേണം ചെയ്യാൻ? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV വേണം ഇൻവെന്ററി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവെന്ററി വാല്യൂ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. എക്സാക്ട്ലി. റിസ്ക് എലമെന്റ് എന്ന് പറഞ്ഞേ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾ പറയാ ദ പ്രൈസ് ഓഫ് ദി കോമ്പോണന്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് significantly, leading to reducing the gross profit, and the company have recognized the inventory at cost. However, as per IAS 2, inventory should be recorded at the lower of cost of NRV, considering the price and the possible selling price of the product. However, since the company have already recognized it at cost, there can be chances that the inventory will be overstated. അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? അവിടെ നമുക്ക് റീസണബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഡീറ്റെയിൽ കോസ്റ്റ് ആൻഡ് NRV ടെസ്റ്റിംഗ് കൺസിഡർ ചെയ്യണം. ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് NRV ലൈൻ ബൈ ലൈൻ ബേസിസ് എന്നുള്ളത് നോക്കാൻ പറയാം. എന്നിട്ട് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയണം? അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യാൻ പറയാം. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. അതായത് ഇത് കോസ്റ്റ് കൂടുന്നോണ്ട് അത് ഒബ്വിയസ്ലി അപ്പൊ അവരുടെ സെല്ലിംഗ് പ്രൈസും കൂടുമല്ലോ. ഒബ്വിയസ്ലി സെല്ലിംഗ് പ്രൈസ് കൂടേണ്ടതാണ്. കൂടുമെന്ന് നമുക്കറിയില്ല. അല്ല, ഇപ്പൊ നമ്മള് മുകളിലൊക്കെ പറഞ്ഞല്ലോ വിൽ ബി മോട്ടിവേറ്റഡ് ടു എന്താ ഓവർ സ്റ്റേറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ. അപ്പൊ പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് കൂടണല്ലോ. അപ്പോ കോസ്റ്റ് ആവില്ല ലോവർ. എടാ നമുക്ക് ഉറപ്പില്ല. ഇവര് പറഞ്ഞേക്കുന്നത് എന്താ? ഇൻവെന്ററി കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നതല്ലേ. നമ്മൾ പറയുന്ന ട്രീറ്റ്മെന്റ് എന്താ? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV അതിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അവർ കോസ്റ്റിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ റിസ്ക് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ. നമ്മളിവിടെ പോസിറ്റീവ് സൈഡ് അല്ല നോക്കുന്നത്. നമ്മൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഇവിടെ വാലുവേറ്റ് ചെയ്യുക? പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് അല്ലേ നോക്കുക. നമ്മളങ്ങനെ പോയിന്റ്സ് കണക്ട് ചെയ്യാൻ പാടില്ല. ഇല്ല, നമ്മളവിടെ പോസിബിലിറ്റി ഓഫ് റിസ്ക് കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ട്രിപ്പിൾ ലൈൻ ആണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. In June 2015, Knight Electronics Company decided to revalue its premises, which was previously accounted for using the historic cost model. Property with a carrying value under the cost model of 3.8 million were revalued to 8.4 million based on the valuation performed by the management. The finance director also carried out an extensive review of non-current asset and decided to extend the useful life of plant and equipment from 5 years to 8 years. In May 2015, defective equipment used by Knight Electronics Company resulted in a small fire at its premises. The company has commenced legal action against the supplier of the equipment. Knight Electronics Company's lawyers have advised that legal action is likely to be successful, and as a result, the finance director has included receivable for damages is likely to be received from the supplier in the forecast financial statements. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? മീനിങ് എന്ന് പറയാതെ നൈറ്റ് ഇലക്ട്രോണിക്സ് അവരുടെ പ്രിമൈസസ് എല്ലാം റീവാല്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് നേരത്തെ അത് ഹിസ്റ്റോറിക് കോസ്റ്റ് മോഡലായിരുന്നു കാണിച്ചിരുന്നത്. നേരത്തെ 3.8 million ആയിരുന്നു കോസ്റ്റ്, ഇപ്പോൾ അത് 8.4 million ആണെന്ന് പറഞ്ഞു. മാനേജ്മെന്റ് ആണ് വാല്യുവേഷൻ പെർഫോം ചെയ്തേക്കുന്നത്. നോൺ കറന്റ് അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവരതിന് 5 years 8 years കൂട്ടി. ഞാൻ നമ്മളോട് പറഞ്ഞു അവർക്ക് കുറെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നൈറ്റ് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവരുടെ പ്രിമൈസസിലൊക്കെ തീ പിടിച്ചു. കമ്പനി ലീഗൽ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞു ഈ എക്യുപ്മെന്റ് നമുക്ക് സപ്ലൈ ചെയ്ത ആളുടെ എഗനസ്റ്റ് ആയിട്ട്. ആൻഡ് നൈറ്റ് ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ലോയേഴ്സ് പറയുന്നത് ഈ ലീഗൽ ആക്ഷൻ സക്സസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അവർ പക്ഷേ റിസീവബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറയടാ, ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് വരിക? എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും ഇഷ്യൂ വരിക? റീവാലുവേഷൻ റിലേറ്റഡ് റിസ്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ റീവാലുവേഷൻ ഗെയിൻ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ആഡിങ് ടു ദാറ്റ് അവിടെ വേറെ റിസ്ക് കൂടെ ഉണ്ട്.
അവര് ഈ പ്രാവശ്യമാണ് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തേക്കുന്നത്, ശരിയല്ലേ? ഹിസ്റ്റോറിക് കാസ്റ്റ് ആ, മോഡൽ. കാരണം ഇത്രയും നാൾ അവർ ഹിസ്റ്റോറിക് കോസ്റ്റ് മോഡലായിരുന്നു റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. ഈ പ്രാവശ്യമാണ് അവർ പെട്ടെന്ന് അത് എന്താക്കി മാറ്റിയത്, അവര് റീവാലുവേഷൻ മോഡലിലേക്ക് ആക്കിയത്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് എന്തായിരിക്കും? നിങ്ങൾ പറയാം, ദ പ്രോപ്പർട്ടി വിച്ച് ഇസ് ഹാവിംഗ് എ വാല്യൂ ഓഫ് 3.8 million ഹാസ് ബീൻ ഇൻക്രീസ് ടു 8.4 million ആഫ്റ്റർ revaluation performed by the management, and the company have changed accounting policy during the current year, which has substantially increased the value of asset. Therefore, there can be chances that in case if the revaluation has been carried out by the management without having proper understanding about the requirements in the accounting standards, there can be chances that value of asset might have been inflated, leading to overstated PPE. Clear ആയോ? ഓക്കെ, നമുക്ക് അവിടെ എന്താണ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നത്? എന്തായിരിക്കും റെസ്പോൺസ്? ബേസിക് റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ പറയാറുള്ള പോലെ തന്നെ പറയാം, ദ ഓഡിറ്റ് ടീം ഷുഡ് review the revaluation methods and assumptions used and consider whether they have been in accordance with IAS 16 and are being reasonable. Clear ആയോ? Okay. Additionally, ഇവിടെ add on പോലെ വേണമെങ്കിൽ എഴുതാം. You can also review the disclosures relating to the changes in accounting policies to consider whether it has been provided in accordance with IAS 8. പിന്നെ വേറെന്താ ഇഷ്യൂ? വേറെന്താ ഇഷ്യൂ സെയിം പാരഗ്രാഫില്? യൂസ്ഫുൾ ലൈഫ് പ്ലാന്റ് അവര് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ യൂസ്ഫുൾ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് എത്രയെന്ന് എത്രയാക്കിയെന്ന് പറഞ്ഞേക്കുന്നത്? 5 years 8 years ആക്കി. അത് അലൗഡ് ആണോ? Allowed ആണ് if it is based on reasonable assumption. But in case if it is for the purpose of overstating profit, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മിസ്സ്റ്റേറ്റ്മെന്റ് ആവും. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിപ്രിസിയേഷൻ ചാർജസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. വാല്യൂ ഓഫ് അസറ്റ് എന്താവും? ഓവർസ്റ്റേറ്റഡ് ആവും. അപ്പൊ നിങ്ങൾ പറയാ ഈ സെയിം പോയിന്റ് തന്നെ. അപ്പൊ ഇവിടെ തന്നെ പിക്ക് ചെയ്യുക, ദ നോൺ കറന്റ് അസറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ഫ്രം 5 years to 8 years. അവിടെ നമ്മൾ പറയാം, as per IAS 16 PPE, the useful life of the asset need to be reviewed annually, and the useful life should be extended if it is based on reasonable assumption. However, there can be chances that the management might have intentionally extended the useful life in order to increase the profitability of the company. In that case, depreciation charges will be understated and value of PP will be overstated. Clear ആയോ? ഓക്കെ, ഇവിടെ നമുക്ക് ബേസിക്കലി ഡിസ്കഷൻ ആയിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക. ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? എന്ത് റാഷണൽ ബേസിസിലാണ് എക്സ്റ്റെൻഡ് ചെയ്തെന്നുള്ളത് ചോദിക്കുക. അപ്പൊ നമുക്ക് പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദി റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് management have extended the useful life of PP from 5 years to 8 years. Consider whether it is reasonable and are in accordance with IAS 16. Clear ആയോ? ഓക്കെ, ഇനി ഈ പാരഗ്രാഫിൽ ഏതാണ് സ്റ്റാൻഡേർഡ് വരിക? പ്രൊവിഷൻ ആണോ? നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണോ? ലയബിലിറ്റി ആണോ ഇത്? അസറ്റ്. നമുക്ക് പൈസ കിട്ടാനുള്ളതാണ്, കൊടുക്കാനുള്ളതല്ല അല്ലേ? അതായത് നമ്മുടെ ഫാക്ടറിയിൽ ഒരു തീ പിടിച്ചു, ആ തീ പിടിച്ചൊരു ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സപ്ലയർക്ക് എഗനിസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആൻഡ് നമ്മുടെ കമ്പനിയുടെ ലോയർ പറയുന്നു നമ്മൾ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആ ഡാമേജസിന്റെ എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞു, കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതിനെക്കുറിച്ച് പക്ഷെ അവർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. റിസീവബിൾസ് വെക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, റിസീവബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുന്ന എന്ത് മാത്രമായിരിക്കും? നമുക്കവിടെ കാണിക്കാൻ പറ്റുന്ന എന്താണ്? കണ്ടിജന്റ് അസറ്റ് മാത്രമല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതും കണ്ടിജന്റ് അസറ്റ് എപ്പോഴാണ് കാണിക്കാൻ പറ്റുക? പ്രോബബിൾ ആണെങ്കിൽ മാത്രം. സോ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഇവിടെ മറ്റേ കമ്പനി നമ്മളോട് പറഞ്ഞോ പൈസ തരാന്ന്? ഇല്ല. അത് പറയുമ്പോൾ അത് വിർച്വലി സെർട്ടൈൻ ആവുള്ളൂ അല്ലെ? അങ്ങനെ വിർച്വലി സെർട്ടൈൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസീവബിൾ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വരുവാണ് 10ാം തീയതി നിങ്ങൾക്ക് പൈസ കിട്ടും, സെറ്റിൽമെന്റ് കിട്ടും, അപ്പൊ നിങ്ങൾക്ക് റിസീവ്ഡ് കാണിക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ കമ്പനിയുടെ ലോയർ പറയാണ് നിങ്ങൾ സക്സസ്ഫുൾ ആയേക്കും, അപ്പൊ തന്നെ നമ്മൾ റിസീവ്ഡ് കാണിച്ചു. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും? റിസീവബിൾസും കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നതും ഓവർസ്റ്റേറ്റഡ് ആവും. കാരണം റിസീവബിൾസ് പറയുമ്പോൾ തന്നെ കറസ്പോണ്ടിങ് എൻട്രി അവൻ എന്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? ക്രെഡിറ്റ് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഗെയിൻ കാണിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിക്കും?
അവിടെ നമ്മുടെ പ്രോഫിറ്റും റിസീവബിൾസും ഓവർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? സോ അവിടുത്തെ ഇപ്പം റിസ്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട? ഒന്ന് റിസ്ക് പറഞ്ഞ എല്ലാവരും, എങ്ങനെ നമുക്ക് റിസ്ക് പറയാൻ പറ്റും അവിടെ? നൈറ്റ് ഇലക്ട്രോണിക്സിന്റെ കേസിൽ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസ്ക് എന്ന് പറഞ്ഞേ. നമ്മൾ പറയാം, സോറി, പ്രൊവിഷനായിട്ടല്ല, കണ്ടിജന്റ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തേ. നിങ്ങൾ ആദ്യം പറയാം, the Knight Electronics company have recognized a receivable in respect of the damages it has claimed against the supplier. Therefore, as per IAS 37 provision, contingent liability and contingent asset, a contingent asset should be recognized when it is probable that the company will receive an amount. However, until then, no accounting disclosures need to be included in the company's financial statements. And a receivable should be recognized only when it is virtually certain that the company will receive an amount on a certain date. Since the company have already recognized the receivables in relation to the claim against the supplier, there can be chances that receivables will be overstated and the profit will also be overstated. Response ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തായിരിക്കും? നമുക്കിവിടെ ആരോടായിരിക്കും കൺഫർമേഷൻ എടുക്കാൻ പറ്റുന്നത്? ലോയറോട്. അപ്പൊ നമ്മൾ എന്ത് പറയാ? ഒബ്റ്റെയിൻ external confirmation from the company lawyer about the claim settlement to consider whether it is probable that the company will receive amount of legal claim, and discuss with the finance director to pass adjustment entry to make necessary adjustment in accordance with the relevant standards, അല്ലെങ്കിൽ in accordance with IAS 37 തന്നെ പറയാം. ക്ലിയർ ആയോ? Okay. During the year, company's credit controller was ill and was absent from work for 4 months. Due to staff shortages, no replacement credit controller was appointed. The receivables collection period has increased from 45 days to 75 days. An instance of payroll fraud was discovered during the year. Payroll clerk has set up a number of fictitious employees, and the wages were then paid in clerk on bank account. The controls have been implemented to prevent this from reoccurring, and clerk involved no longer works for the company. However, the audit manager is concerned that additional fraud may have taken place in the payroll department prior to the controls being implemented. William Knight would like the audit to be completed by 31st October 2015. Okay. പറയടാ, എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്? ആസ് ഓഫ് നൗ എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത്? ഇഷ്യൂസ് ഒന്നും ഇല്ലേ? എന്തൊക്കെയുള്ളത്? നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റില്ലേ? ക്രെഡിറ്റ് കൺട്രോളർ ഇല്ലാണ്, റിസീവ്സ് ഡേയ്സ് കൂടി. നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റനിലെ പോയിന്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? The receivables days has been increased significantly, due to which there can be chances of having bad and doubtful debts for the company, for which either allowances for receivables need to be recognized or bad and doubtful debts should be written off from the financial statements. If not, എന്ത് പറ്റും എന്നുള്ള പറയാ? If not, receivables will be overstated. അവിടെ നമ്മൾ കൊടുക്കാനുള്ള റെസ്പോൺസ് ഏതാ? സെയിം റെസ്പോൺസ് തന്നെ പറഞ്ഞാൽ ഏതായിരിക്കും? പെർഫോം extended post-year and cash receipts testing, age receivables and consider the adequacy of allowances for receivables by discussing with the finance director. എല്ലാം പറയാം. അടുത്ത ഇഷ്യൂ എന്താ? ഈസി പോയിന്റ്. നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വട്ടം ഏതാ? പേറോൾ ഫ്രോഡ് ഉണ്ടായി. പേറോൾ ഫ്രോഡ് കാരണം കൊണ്ട് ഫിക്ടീഷ്യസ് എംപ്ലോയീസ് വന്നു. വേജസ് ക്ലർക്കിന്റെ ഓൺ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. കൺട്രോൾസ് അവരിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഡിറ്റ് മാനേജർക്ക് കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ഫ്രോഡും ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അല്ലേ? അപ്പം നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുന്ന റിസ്ക്? നമ്മൾ സിമിലർ റിസ്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ? അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഫിനാൻസ് ഡയറക്ടറോ ആരെങ്കിലും ഫ്രോഡ് കാണിച്ച് ലീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി പറയേണ്ടത് എന്തായിരിക്കണം? ആ ഫ്രോഡിലൻ ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ആ ഫ്രോഡ് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം ലോസ് ആയിട്ട്. അതേപോലെ തന്നെ ഫെർദർ അൺകവേർഡ് ഫ്രോഡ് ഉണ്ടാവും. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്റ്റേക്സ് വരും എന്ന് പറഞ്ഞു. ആ സെയിം റിസ്ക് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെയും പറയുന്നുണ്ടാവുക. മനസ്സിലായോ? അതിന് റെസ്പോൺസ് എടുക്കുന്ന എന്തായിരിക്കും?
ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയാം. ഫ്രോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന പ്രൊസീജിയേഴ്സ് എന്ന് ഫർദർ ഫ്രോഡ് ഉണ്ടാവാതിരിക്കാൻ. അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദ ഓഡിറ്റ് നമ്മൾ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയാം, അലേർട്ട് ആയിരിക്കണം എന്നുള്ളതും പറയാം. ക്ലിയർ അല്ലേ? Yes, sir. ആൻഡ് ലാസ്റ്റ് ഓവർ ഹിയർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓഡിറ്റിന്റെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. ഓഡിറ്റ് 31 ഒക്ടോബറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഇയർ എൻഡ് എന്നാ? 30 സെപ്റ്റംബർ. അതായത് എത്ര ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്? 1 മന്തിൽ അല്ലേ? ഒരു മാസം കൊണ്ട് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. റീസണബിൾ ടൈം പീരീഡ് ആണോ? അല്ല. അല്ല. ഓഡിറ്റ് ടൈം പ്രഷർഡ് ആണ്. ഓഡിറ്റ് ടൈം പ്രഷർഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞേ ഡിറ്റക്ഷൻ റിസ്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് എന്തുണ്ടാവും? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ അതിനെ വേണം നമ്മൾ പറയാം. മനസ്സിലായോ? അപ്പം നമ്മൾ പറയാ ദ വില്യം നൈറ്റ് have requested the audit to be completed by 31st October 2015. However, it is 1 month away from the year end. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് ആയിട്ട് നിങ്ങൾ പറയാം. അപ്പൊ എങ്ങനെ റിസ്ക് ആയിട്ട് പറയണ്ടെന്ന് പറഞ്ഞ എല്ലാവരും എന്താ റിസ്ക് പറയണ്ടേ? എല്ലാവരും ഒന്ന് പറഞ്ഞ എന്താ റിസ്ക് പറയണ്ടേ? ഡിറ്റക്ഷൻ റിസ്ക്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയാം കറക്റ്റ് ആയിട്ട് ദ ഓഡിറ്റ് ഇതാരായിരുന്നു നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്ന? സിഇഒ അല്ലേ? ഓക്കെ, ദ സിഇഒ ഓഫ് ദി കമ്പനി ഹാവ് റിക്വസ്റ്റഡ് ദ audit to be completed within a short period of 1 month from the year end. Therefore, there can be chances that since the audit is time pressure, the auditor will not be able to obtain sufficient appropriate audit evidence in relation to the Knight Electronics company, which may result in detection risk. Clear ആയോ? Yes, sir. ഓക്കെ, നമുക്ക് അവിടെ എടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? എന്താ റെസ്പോൺസ് ആയിട്ട് എടുക്കേണ്ട അവിടെ? ഈസി റെസ്പോൺസ് അല്ലേ? എന്താ റെസ്പോൺസ് വേണ്ടേ? എല്ലാവരും ഒന്ന് പറഞ്ഞ എന്താ റെസ്പോൺസ് ആയിട്ട് എടുക്കാൻ പറ്റുക? നമുക്ക് ഇവിടെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോർ സ്റ്റാഫ് മെമ്പേഴ്സിനെ അസൈൻ ചെയ്യുക. കൂടുതൽ സ്റ്റാഫിനെ അസൈൻ ചെയ്ത് അവരെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് പെർഫോം ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം നമ്മൾ ദോസ് ചാർജ് ഗവർണൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം ഓഡിറ്റ് കമ്മിറ്റി ആയിട്ട്. എന്നിട്ട് അഡീഷണൽ ടൈം പീരീഡ് റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറയാം ദ ഓഡിറ്റ് ടീം ഷുഡ് ഡിസ്കസ് വിത്ത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആൻഡ് റിക്വസ്റ്റ് ഫോർ അഡീഷണൽ ടൈം പീരീഡ് by which the audit will be completed. If not possible, then the auditor should assign more engagement team members to the audit of Knight Electronics company, and more increased level of substantive testing need to be carried out by the additional staff members to complete the audit on time. Clear ആയോ? പ്രോപ്പർലി മനസ്സിലായോ? ഓക്കെ, അങ്ങനെ മൊത്തം 10 റിസ്ക്കും 10 റെസ്പോൺസസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അവർ നമ്മളോട് ചോദിച്ചിരുന്നത് എത്രയായിരുന്നു? 8 റിസ്ക് ആൻഡ് റെസ്പോൺസസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർലി മനസ്സിലായോ എല്ലാവർക്കും? പക്ക? ഓൾറൈറ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. സോ നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ദെൻ എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഡിസ്കസ് ചെയ്തു. എക്സാമിനേഴ്സ് റിപ്പോർട്ട് തന്നെ സമ്മറി മാത്രമാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രക്ചർ ആക്കി കാണിച്ചു എന്നുള്ളൂ. സെയിം എക്സാമിനേഴ്സ് റിപ്പോർട്ട് തന്നെയാണ്. ദെൻ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്തു. ഇതാണ് ഏറ്റവും നമുക്ക് ACCയിൽ പുത്തൻ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത്. സോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ ഏരിയാസ് പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് മേക്ക് ഷുവർ ഇന്ന് തന്നെ റിവൈസ് ചെയ്യുന്നത് മാത്രമല്ല, ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്യണം. 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, അല്ലെ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ 3 ടൈംസ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നാളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ്. സബ്സ്റ്റാൻറ്റീവ്സിന് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയ എല്ലാവരും റിവൈസ് ചെയ്തിട്ട് വരണം. പ്രോപ്പർലി തന്നെ റിവൈസ് ചെയ്യുക, എങ്കിൽ മാത്രമേ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സ് നല്ലപോലെ റിവൈസ് ചെയ്തിട്ട് വി വിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെയിം ഏരിയ ടുമോറോ. ഓക്കെ, ഓൾ റൈറ്റ്. So thank you so much everyone. Thank you. Bye.